we've been a part of the journey right from day one, and we are proud that as a family we've been able to build something for the future generations. അല്ലേ, ഇവർ രണ്ടുപേരിലും സ്വാമി സാർ ആരായിരുന്നു ഇത്തിരൂടെ കുറുമ്പൻ? ഇപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് ഇങ്ങനെ കുറേ പ്ലാനിങ്ങും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ we are planning to expand into some of the biggest cities in South India. ഓക്കെ. എനിക്കിതൊക്കെ ചെയ്യാൻ ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്താ ഞാൻ ചെയ്യാലോ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പോവുകയും ചെയ്തു. ദൈവാനുഗ്രഹം സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ഞാൻ വരുമ്പോൾ അച്ഛനും ചേട്ടനും കൂടി ഡ്രൈവർ എടുത്ത് എയർപോർട്ടിലേക്ക് എനിക്കൊരു ബൊക്കെയൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നീ കളഞ്ഞു പോകാണ്ട് തിരിച്ചു പോന്നൂലോ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഹോൾസെയിലിൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റും നമ്മുടെ റീറ്റെയിലിൽ വിൽക്കുന്നില്ല. നമ്മുടെ റീറ്റെയിൽ ഷോറൂമിൽ വിൽക്കുന്ന പ്രോഡക്റ്റുകളൊന്നും ഹോൾസെയിലിൽ വിൽക്കുന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണം തന്നെ പ്രോഡക്റ്റ് കമ്പാരിസൺ വരാണ്ടിരിക്കാനും പ്രൈസിൻ്റെ വേരിയേഷൻ വരാണ്ടിരിക്കാനാണ്. അയ്യോ, വീക്കെൻഡ്സ് ഞങ്ങളുടെ വീട് വന്നാൽ ഇതൊരു കിൻഡർ ഗാർഡൻ മാതിരിയാണ്. അത്ര പിള്ളേരാണ് ഇവിടെ. ഈ പണത്തിൻ്റെ പിന്നിൽ പോയ പണം നമ്മുടെ കൂടെ നിൽക്കുകയില്ല. ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പണമല്ല, ഹൗ യു എൻജോയ് ലൈഫ്, ഹൗ യു ആർ എൻജോയിങ് യുവർ വെൽത്ത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യു നീഡ് എ പ്രൊഫഷണൽ ടീം ടു വർക്ക് വിത്ത് അസ്. ദേ കം അറ്റ് എ കോസ്റ്റ്. ആ കോസ്റ്റ് നമ്മൾ ഇന്ന് ബെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോണത്. This is stress interview. This is a lot of food I have not eaten in a long time. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് ഇൻ ഫോക്കസ് ബിഹൈൻഡ് ബ്രാൻഡിൽ ഒരു വളരെ സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം നമ്മൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വന്നിരിക്കുന്നു, ടു ദ റെസിഡൻസ് ഓഫ് കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് MD ശ്രീ പട്ടാഭിരാമൻ സർ. എല്ലാവരും അദ്ദേഹത്തെ സ്വാമി സർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവരുടെ എൻറ്റയർ ഫാമിലിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, പ്രകാശ് ആൻഡ് മഹേഷ്, ആൻഡ് ഓഫ് കോഴ്സ് ദെയർ സ്പൗസസ് as well. അപ്പോൾ ഇന്ന് ബിസിനസ് കം ഒരു വളരെ കാൻഡിഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും ഓൺ ഇൻ ഫോക്കസ്. സോ So thank you, Danya, for coming. We're very happy to have you here. താങ്ക് യു സോ മച്ച് പ്രകാശ്. പ്രകാശ് മൂത്ത മകനാണ് ആൻഡ് മഹേഷ് ഇസ് ദ യങ്ങർ ബ്രദർ. ആൻഡ് ഇവർ രണ്ടുപേരും കൂടിയാണ് ബിസിനസ് അച്ഛനോടൊപ്പം ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഓണർ ടു ബി ഹിയർ. നിങ്ങളങ്ങനെ യു കീപ് ദിസ് വെരി പ്രൈവറ്റ് സ്പേസ് എന്നറിയാം. സോ ഞങ്ങളെ ഇങ്ങോട്ട് വെൽക്കം ചെയ്തതിന് ഒത്തിരി ഒത്തിരി സന്തോഷം. ആൻഡ് ഐ എം റിയലി ഹാപ്പി ടു ബി ഹിയർ. Pleasure is ours too. Please welcome to our humble home. താങ്ക് യു. So you can meet a family here. My dad is here. That's my wife, Vardhini. That's my sister-in-law, Madhu. ഹായ് ഹായ്. ഇപ്പോൾ നിൽക്കുന്ന നമ്മളിടം വെച്ചത് വെരി വെരി സ്പെഷ്യൽ സ്പേസ് അല്ലേ? പ്രകാശ് തന്നെ പറയൂ, ടെൽ us about the space that you have, പൂജാ റൂം. അവിടുത്തെ മൂർത്തി നിങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് വന്ന പ്രതിഷ്ഠയാണല്ലേ? അതെ, ഞങ്ങളിപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ശരിക്കും ഒരു 13 to 14 months ആയിട്ടുള്ളൂ. ശ്രീരാമ പട്ടാഭിഷേകം ആണ് ഞങ്ങളുടെ കുലദൈവം. ശ്രീരാമനാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ. അപ്പോൾ ഞങ്ങൾ 2004 ജയ്പൂരിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന വിഗ്രഹവും മൂർത്തിയാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അദ്ദേഹത്തിന് അവിടെ വിട്ടിട്ട് ഇവിടെ നമ്മൾ പുതിയൊരു വിഗ്രഹം കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ശാസ്ത്രത്തിലോ നമ്മുടെ മനസ്സിലോ അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ അദ്ദേഹത്തിനെയാണ് ഈ വീട്ടിൽ ആദ്യം കയറി വരുന്നത്. ശ്രീരാമൻ്റെ വിഗ്രഹം ഞാൻ കയ്യിലെടുത്തു. മാനിയൻ സീതാദേവിയുടെ വിഗ്രഹവും കൊണ്ടുവന്ന് ഞങ്ങൾ ആദ്യം അവരവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഭഗവാൻ ലക്ഷ്മണനെയും ആഞ്ജനേയനെയും വീട്ടിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മൊത്തം കുടുംബക്കാർ വീട്ടിൽ കയറിയത്. അപ്പോൾ ഈ വീട്ടിൽ ആദ്യം കാലെടുത്ത് വെച്ച് ഭഗവാൻ ശ്രീരാമനും സീതാദേവിയാണ്. സ്വാമി സർ ഡെയിലി പൂജയുള്ളതാണ്. സ്വാമി സർ രാവിലെ പൂജ ചെയ്തിട്ടാണ് എല്ലാം. അത് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പൂജ ചെയ്യും, നിർബന്ധമാണ്. അപ്പം അത് ഞാൻ പൂജ ഒഴിവുള്ള ദിവസം ഞാൻ പൂജ ചെയ്യും. അപ്പോൾ ഇവരും അത് ട്രെയിൻഡ് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ ആൾ പൂജ കൂടുതൽ ഇപ്പോൾ അയാൾ ചെയ്യാറുണ്ട്, പിന്നെ ഇവർ ചെയ്യും. പിന്നെ ഇപ്പോൾ ഗ്രാൻഡ് സണ്ണിനെ തിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഇതൊരു റൊട്ടീൻ, ലൈഫിൻ്റെ റൊട്ടീൻ ആവാൻ വേണ്ടിയിട്ടാണ്.
പട്ടാഭിരാമൻ സാറിന്റെ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ പെട്ടെന്നൊരു മാറ്റമല്ലേ? ചെറിയൊരു ഭയങ്കര മാറ്റം. വിഷമമായിരുന്നോ? അല്ല വിഷമമില്ല എന്ന് വെച്ചാൽ ഞാൻ കുടുംബമായിട്ടല്ലേ പോകുന്നത്. അവിടെ ആരും ഇല്ലേ ഇപ്പോൾ, ഭഗവാൻ അടക്കാൻ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ മാത്രമല്ല പുതിയൊരു വീടല്ലേ, കുറച്ചുകൂടി ലക്ഷറീസ് ആയിട്ട് ഇപ്പോൾ കുട്ടികൾ പണിതിട്ടുണ്ട്, അവിടെയും വന്നു. പിന്നെ ഇപ്പോൾ അവിടെ റിനോവേഷൻ നടക്കുകയാണ്, അതിനുശേഷം അങ്ങോട്ടും പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. മറ്റ് സീനിയർ സിറ്റിസൺ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഒരുമിച്ചുണ്ടല്ലോ. അതൊരു വലിയ ഭാഗ്യമല്ലേ? അത് വലിയ ഭാഗ്യം, ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അതെ. നമുക്ക് അങ്ങോട്ട് കിടക്കാം. ആയിക്കോട്ടെ. സർ, ഇപ്പോൾ എനിക്ക് ഈ വീടും ഈ ഒരു എൻവയൺമെൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ പോണത് നേരെ ആ 400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ കട, ആ കടയിൽ കല്യാൺ സിൽക്സ് എന്ന പേര് വെച്ച് തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ഇന്നിപ്പോൾ വലിയൊരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് 33rd ഷോറൂമായി ഈ വലിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. പെട്ടെന്ന് മനസ്സിൽ എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തോന്നൽ വരിക? അത് എൻ്റെ കൂടുതൽ നല്ല സമയം ചെലവ് ചെയ്തിട്ടുള്ള ചെറിയ കടയിലാണ്. ചെറിയ കടയിലാണ്. അതുകൊണ്ട് ഇങ്ങനെ ചില ദിവസം സ്വപ്നത്തിൽ കാണും, ഇപ്പം ഈ കാണുന്നതൊക്കെ എൻ്റെ തന്നെയാണോ അല്ല സ്വപ്നമാണോ എന്ന്. ആ സ്വപ്നം പോകുമ്പോൾ സന്തോഷവും നമുക്ക് എൻ്റെ തന്നെയാണെന്ന് അറിയാം. ആ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ ഷോറൂമിലിരുന്ന് അതിൻ്റെ സ്ട്രെയിനോ അനുഭവിച്ച കാരണം അബദ്ധങ്ങൾ പറ്റാറില്ല. ഇനിയിപ്പോൾ പുതിയത് ഇങ്ങനെ കയറി വരുമ്പോഴേ. അതുകൊണ്ട് ഞാൻ തുടങ്ങിയ ഒന്നും തന്നെ ലോസായി, അതുകൊണ്ട് നിർത്തണം, അടയ്ക്കുക, അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും ദൈവാനുഗ്രഹം, ലക്ക് എന്നൊക്കെ പറയില്ലേ. ഞാൻ ഇത് ഈശ്വരവിശ്വാസിയായതുകൊണ്ട് ദൈവാനുഗ്രഹം എന്ന് പറയും. ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണല്ലോ ഉയർന്നു വരണേ. കഴിവുള്ളവർ ധാരാളം ഉണ്ടല്ലോ ലോകത്ത്, എല്ലാവർക്കും ആ ഉയർച്ച കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ആ സമയത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ. വളർന്നു വരിക വളരെ ഡിഫിക്കൽട്ട്. ബുദ്ധിമുട്ട് വെച്ചാലേ ഞാൻ അന്നും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് ഞാൻ ബിസിനസ് ചെയ്യാറുള്ളൂ. ലൈഫിൽ ഇന്ന് വരെ ഒരാളോട് നാളെ വരൂ എന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ കട തൊട്ട് ഇന്ന് വരെ ഇരിക്കുന്ന സ്ഥലം വരെ പേയ്മെൻറ്റിന് ഒരു ടൈറ്റ് വന്നിട്ട് നാളെ വരൂ അല്ലെങ്കിൽ പാർട്ട് പേയ്മെൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനും ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പ്രകാശും മഹേഷ് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. നിങ്ങൾ ഈ കുട്ടിക്കാലത്ത് ഇത് കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് യു ആക്ച്വലി സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിങ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് എ ബിസിനസ് ആൻഡ് യു ഹാവ് ടു കോൺട്രിബ്യൂട്ട്? അല്ല, തീർച്ചയായിട്ടും. സി, ദാറ്റ്സ് എ വെരി ഹാർട്ട് ടച്ചിങ് ക്വസ്റ്റ്യൻ ദാറ്റ് യു ആക്ച്വലി ആസ്ക്ഡ് മീ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ സ്മോൾ അനക്ഡോട്ട് ദാറ്റ് ഐ വുഡ് ലവ് ടു ഷെയർ ഹിയർ. അച്ഛൻ ഈ പറഞ്ഞ പോലെ കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞ് റീക്രിസ്ത്യൻ ചെയ്ത് ആദ്യത്തെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1992 ഏപ്രിൽ 8 അപ്പോൾ മൈ ഡേറ്റ് ഓഫ് ബർത്ത് ഇസ് ജൂലൈ 1979. അപ്പോൾ എനിക്കൊരു 13 വയസ്സ്. അന്ന് എനിക്ക് 1 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നോ 10 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നോ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നോ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു പ്രായമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിത് അച്ഛൻ ഈ പുതിയൊരു കല്യാൺ സിൽക്സ് തുടങ്ങുന്നുണ്ടല്ലോ, നമുക്ക് ഡെയിലി ഒരു 10 ലക്ഷം രൂപയുടെ ബിസിനസ്സൊക്കെ അവിടെ കിട്ടുമോ? ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാനിത് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത്, പ്രകാശൻ, നമ്മളിപ്പോൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് 20,000, 25,000, 30,000 ആണ്. എനിക്ക് ആ സ്ഥാപനം തുടങ്ങുമ്പോൾ 1 ലക്ഷം രൂപ നമുക്ക് ഡെയിലി വ്യാപാരം അവിടെ കിട്ടിയാൽ നമ്മുടെ ജീവിതം വളരെയധികം കംഫർട്ടബിൾ ആവും എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് എനിക്ക്, നമ്മൾ പറയില്ല, ഒരു പാസ്റ്റിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് വളരെയധികം മനസ്സിൽ ആഴത്തിൽ തറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 92 പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നും പറയണമെന്നുണ്ടെങ്കിൽ ദർ ആർ സർട്ടൻ മെമ്മറീസ് ദറ്റ് ഗെറ്റ് എച്ച്ഡ് ഇൻ ടു യുവർ ഹാർട്ട് വിച്ച് ക്യാൻ നോട്ട് ബി ഇറേസ്ഡ്. അത് കേട്ടതിന് ശേഷം ഞാനായാലും എൻ്റെ ബ്രദറായാലും ശരിക്കും നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ കോളേജിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഞങ്ങളുടെ എംപ്ലോയീസും ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നു. കാരണം ആ പ്രായത്തിൽ പോലും ഞാനും എൻ്റെ ബ്രദറൊക്കെ സ്കൂൾ കഴിഞ്ഞാൽ നേരെ കടയിൽ പോകും. അപ്പം അച്ഛൻ ഞങ്ങളൊക്കെ ആദ്യം ചെയ്തൊരു പണി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ കടയിൽ ക്യാഷിലിരിക്കാൻ പറയും, അല്ലെങ്കിൽ തുണി കാണിച്ചു കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ മുറിച്ച് ഷർട്ടിങ് ആണെങ്കിലും സൂട്ടിങ് ആണെങ്കിലും മുറിച്ച് കൊടുക്കാൻ പറയും. സോ ഐ ക്യാൻ വെരി വെൽ ടെൽ ആൻഡ് അപ്രീഷിയേറ്റ് ദാറ്റ്
we've been a part of the journey right from day one, and we are proud that as a family we've been able to build something for the future generations. ഇതുപോലെ അച്ഛൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, പ്രകാശിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഫിക്സ് ആയിട്ടില്ല, അതുപോലെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ മഹേഷ്, ദാറ്റ് യു ഹാവ് നോട്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ഉള്ളിൽ നമ്മൾ ഇംബൈബ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ? അപ്പോൾ ഈ കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുമ്പോൾ 1993 ഐ വാസ് ടു യങ്, 10 വയസ്സായിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതൊന്നും എനിക്ക് അത്രയ്ക്കൊരു ഓർമ്മ എന്ന് പറയാനുള്ളതൊന്നുമില്ല. പിന്നെ ആക്ച്വൽ കല്യാൺ സിൽക്സ് ബ്രാൻഡ് നമുക്ക് തൃശ്ശൂർ ആദ്യത്തെ വലിയ ഷോറൂം തുടങ്ങുമ്പോഴാണ്, ദാറ്റ് ഈസ് ഇൻ 2001. അപ്പം അന്നൊക്കെ എൻ്റെ ഡിഗ്രി ആ കാലഘട്ടത്തോളമായി. അപ്പം അന്ന് കടയിൽ കുറേ സ്വാഭാവികമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പർച്ചേസിന് പോകാനുള്ള ആൾക്കാരുടെ കുറവും, പെട്ടെന്നാണ് ഒരു വലിയൊരു ഷോറൂമിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഞാൻ അന്നും, പക്ഷെ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കടകളിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ അവിടെ പോയിരിക്കും. ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പണിയും അറിയാം. പാക്കിങ് തൊട്ട് തുണി അളക്കണ തൊട്ട് മുറിക്കാൻ തൊട്ട് എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് കയറി വന്നിട്ടുള്ളത്. അപ്പം അന്ന് കടയിൽ നിൽക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ പറയുമ്പോൾ അച്ഛൻ നിനക്ക് ധൈര്യമുണ്ടോ അത് ചെയ്യാൻ? അന്ന് എനിക്ക് ഐ എം ഹാർഡ്ലി 18 ഇയേഴ്സ്, 18 വയസ്സിൽ ആൾക്കാർ ജോലിക്ക് പോലും എടുക്കാത്ത കാലഘട്ടമാണ്. നിനക്കിതൊക്കെ ചെയ്യാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ ഞാൻ ചെയ്യാലോ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പോവുകയും ചെയ്തു. ദൈവാനുഗ്രഹം സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ഞാൻ വരുമ്പോൾ അച്ഛനും ചേട്ടനും കൂടി ഡ്രൈവർ എടുത്ത് എയർപോർട്ടിലേക്ക് എനിക്കൊരു ബൊക്കെയൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നീ കളഞ്ഞു പോകാണ്ട് തിരിച്ചു പോന്നൂലോ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഒറ്റയ്ക്ക് ബോംബെ, ഡൽഹി, കൽക്കട്ടയൊക്കെ പോയിട്ട് വരുന്ന കാലമാണ്. ബേസിക്കലി പേടിയായിരുന്നു ഒറ്റയ്ക്ക് വിടാൻ, തിരിച്ചു വന്നപ്പോൾ സമാധാനം. ഇയാൾ എന്ത് ധൈര്യത്തിലാണ് പറയുന്നത്? പൊക്കോട്ടെ വെച്ചിട്ട് വിട്ടതാണ്. Obviously, പോയിട്ട് വരികയും ചെയ്തു എന്ന് മാത്രം. Obviously you don't want to believe your brother has actually grown up. അപ്പോൾ നമ്മളെപ്പോഴും തോന്നുന്നത് എന്താണ്, ഇവനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതായിരുന്നു. സോ ഹീ വാസ് റെഡി ടു ടേക്ക് അപ്പ് ദ ചാലഞ്ച്. ആൾ പറഞ്ഞു നിങ്ങളൊക്കെ വിട്ടിരുന്നോ, ഞാൻ പോയിട്ട് ചെയ്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കളഞ്ഞു പോകാണ്ട് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമറസ് വേയിൽ വി വാണ്ടഡ് ടു റിസീവ് ഹിം. ദാറ്റ് വാസ് മാസത്തിൽ ഇയാൾ പോവില്ല അല്ലെങ്കിൽ തമാശക്ക് പോവാപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇയാൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നോ എന്ന് പറയാൻ പറ്റാണ്ടായി. അപ്പോൾ ഞാൻ ഡെയിലി ഇയാൾ പോയി വരുന്ന ഒരു ചെറിയ ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഡ്രൈവറുടെ അടുത്ത് ഈ ബൊക്കെ കൊടുക്കുക. അത് ആർക്കാ സാർ ചോദിച്ചു. അയാൾ മകൻ എന്നോടോ മകേഷ് ഇത് കൊടുക്കുക, വെൽക്കം ബാക്ക് എന്ന് പറയാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ബിസിനസ്സിൽ തന്നെ ഒത്തിരി വേർട്ടിക്കൽസ് ഉണ്ട്. ടെൽ us about the verticals that you have and ഇപ്പോഴത്തെ ഫോക്കസ് എക്സാക്ട്ലി എവിടെയാണ്, ലൈക്ക് ഇൻ ടേംസ് ഓഫ് റേഷ്യോ? ഏറ്റവും കൂടുതൽ ഓഫ് കോഴ്സ് കല്യാൺ സിൽക്സ് തന്നെയായിരിക്കും, ബട്ട് യു ആർ പ്ലാനിങ് ടു വൈഡൻ ദ ബ്രാൻഡ്, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അല്ലല്ലോ, വൈഡൻ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇതിപ്പോൾ ചിങ്ങം 1-ാം തീയതി പട്ടാമ്പി ഇനോഗ്രേഷനാണ്. ഒരു ആസ് എ ബിസിനസ്മാൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാവാൻ പറ്റില്ല. വി ഹാവ് ടു ഗ്രോ, അതർവൈസ് വി വിൽ ഗോ ഡൗൺ. അതാണ് ബിസിനസ്സിൻ്റെ ഇത്. ഞാൻ എപ്പോഴും പറയണ മാതിരി തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ക്ലൈംബിങ് എ മൗണ്ടൻ. യു ഹാവ് ടു കീപ് ഗോയിങ് അപ്പ്. പകുതി ദൂരെ എത്തിയിട്ട് തിരിഞ്ഞ് നോക്കിയാൽ അയ്യോ ഇത് എങ്ങനെയാണ് ഇറങ്ങുക, ഭയങ്കര റിസ്ക്കാണ്. മൗണ്ടനിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാനും ഉദ്ദേശിച്ചില്ല. വി ആർ ഗോയിങ് ഓൺ ക്ലൈംബിങ്. പിന്നെ ഭയപ്പെടാനില്ലല്ലോ. ആൻഡ് ദാറ്റ് ഓൾസോ ബ്രിങ്സ് മീ ടു ദ പോയിന്റ് ദാറ്റ് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു പക്ഷേ വളർച്ച കിട്ടാൻ ഇത്രൂടെ എളുപ്പമായിരിക്കും. പക്ഷേ നമ്മളൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യുക, അതിൽ നിന്ന് മേലിലേക്ക് എത്തുക ഒരു പക്ഷേ ഇത്രൂടെ ഡിഫിക്കൽട്ട്, ബിക്കോസ് സംടൈംസ് യു ഹിറ്റ് ദ പ്ലാറ്റോ. Does that happen in businesses? I'm asking a general question. Does that happen and how do you overcome that? എപ്പോഴും when you grow more നമുക്ക് റിസ്ക് കൂടുതലുണ്ട്, ടെൻഷനുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ലെവലിലെങ്കിലും നിൽക്കണം എന്നുള്ളത്. അതുകൊണ്ട് വി ഓൾ ആർ സ്റ്റിൽ വർക്കിംഗ്. ഈവൺ ഇൻ മൈ ഏജ് സ്റ്റിൽ ഐ എം വർക്കിംഗ്. എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോഴും എന്തിനാ സാർ ഇതിനൊക്കെ ഇടപെടണം, എന്തിനാ പോകണമെന്ന് ചോദിക്കും. അതങ്ങനെയാണ് അത് ലൈഫിൽ. Prakash, you have something to add to it? Yeah, see, to answer a couple of your questions here, you have some very interesting questions here. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 3-4 വേർട്ടിക്കൽസ് ഉണ്ട്. കല്യാൺ സിൽക്സിൻ്റെ ഒരു ഹോൾസെയിൽ വേർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാൺ സിൽക്സിൻ്റെ റീറ്റെയിൽ വേർട്ടിക്കൽ ഉണ്ട്, ഓബ്വിയസ്ലി വിച്ച് ഇസ് എ മെയിൻ സ്റ്റേ ഓഫ് അവർ ബിസിനസ്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു വേർട്ടിക്കലുണ്ട്. അത് ഞങ്ങൾ 2017 സ്റ്റാർട്ട് ചെയ്തത്. 2017 അല്ലോ മഹേഷ്? അപ്പോൾ അത് വളരെ നന്നായിട്ട് മൈ വൈഫ് ഇസ് വർദ്ധിനി, മഹേഷ് വൈഫ് ഇസ് മധു, അവരാണത് മാനേജ് ചെയ്യുന്നത്. ഫോർച്ചുനേറ്റ്ലി ഇൻ ദ ലാസ്റ്റ് 5 or 7 years ഓഫ് ഓപ്പറേഷൻസ് ഒരു 200 crores റവന്യൂ വരെ അവർക്ക് എത്താൻ സാധിച്ചു. ഇപ്പോൾ അതിൽ ഞങ്ങളിപ്പോൾ ഫാസിയോ എന്ന് പറയുന്ന ഒരു ജെൻസി അല്ലെങ്കിൽ മില്ലേനിയൽസിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയൊരു വേർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രോത്ത് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധന്യയുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഭയങ്കര ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ളൊരു അവന്യൂസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു
തായ്ലൻഡിലോ സിംഗപ്പൂരിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ജനങ്ങൾ കേട്ടിട്ടുള്ള ഒരു 7-11 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊക്കെ തായ്ലൻഡിലോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലൊക്കെ പോകുമ്പോൾ ഒരു ഫാമിലി മാർട്ട് എന്ന് പറഞ്ഞാൽ എവറി 500 മീറ്റേഴ്സിൽ ഇവർക്ക് ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് കാണും ഇവർക്ക്. അത് പിന്നെ ഒരു ഗ്രോസറീസ് ഡെയിലി നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര 2 കിലോമീറ്റർ റേഡിയസിലൊക്കെ ഓരോന്ന് ഇട്ടാലും ഇത് വർക്ക് ചെയ്യുന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ ഞങ്ങൾക്കുണ്ട്. സോ വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് വിത്ത് ദ ബിഗ് സ്റ്റോർസ്, വി ആർ ഗോയിങ് ടു ആഡ് ഓൺ എ നമ്പർ ഓഫ് സ്റ്റോർസ്. ബട്ട് ഞങ്ങളുടെ ഒരു പോളിസി എന്ന് പറയുന്നത് തന്നെ we grow, you stabilize and then again grow. We don't want to just blindly try a growth and you hit somewhere or you encounter a problem and then your growth stops. ഫാസിയോൻ്റെ ഗ്രോത്ത് ഡ്രൈവ് ചെയ്യുന്നത് മഹേഷാണ് ഗ്രോത്ത് ഡ്രൈവ് ചെയ്യണേ. ഫാസിയോ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് ഇറ്റ് 2 കൊല്ലം ആവണു. ഈ സെപ്റ്റംബറിലേക്ക് എനിക്ക് ഫസ്റ്റ് സ്റ്റോർ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് 2 കൊല്ലം ആവണു. എന്താ വെച്ചാൽ ഇപ്പോൾ പുതിയ ജെൻസി ആൾക്കാർക്ക് അവരുടെ തോട്ട് പ്രോസസ്സും അവരുടെ ഡ്രസ്സിങ്ങും ഇതൊന്നും കംപ്ലീറ്റ്ലി വേറെയാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലത്തെ കാര്യങ്ങളെ അല്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെ 2 ജെൻസി ഉണ്ട്, ചേട്ടൻ്റെ പിള്ളേരുണ്ട്. 1 is 18 and 1 is 15. എൻ്റെ കുട്ടികൾ പിന്നെ ചെറുതാണ്, അവർ പിന്നെ ആ ലെവലിലേക്ക് ശല്യമായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ദ പ്രൈസ് റേഞ്ച് ഇസ് ഓൾസോ വെരി റീസണബിൾ. നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഇസ് ഓൾവേസ് ജസ്റ്റ് എ നമ്പർ. ആർക്കാ വയസ്സായി എന്ന് പറയാൻ താല്പര്യമുള്ള ആളുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ആ ഫാഷൻ ചുരുക്കം പറഞ്ഞ ഫാഷൻ ഫോർവേഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ചുരുക്കം പറഞ്ഞ ഇവര് അങ്ങനത്തെ ഷർട്ട് ഇട്ട് നടക്കേണ്ട 2 പേരും. അപ്പം നിങ്ങൾ ഈ പുതിയ വെർട്ടിക്കൽസ് ഒക്കെ ഡിസൈഡ് ചെയ്യുമ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതിനൊക്കെ മുമ്പേ ഒരു you sit down and discuss with each other എങ്ങനെയാണ് വാട്ട് ഈസ് ദാറ്റ് ഇംപെറ്റസ് ടു സ്റ്റാർട്ട് ദാറ്റ്? ഇത് കാരണം ഇതിലൊരു ഒത്തിരി റിസ്ക് ഉണ്ട്. ബിക്കോസ് വെൻ യു സ്റ്റാൻഡിങ് സംതിങ് ഒരു എസ്റ്റാബ്ലിഷ് ബ്രാൻഡിൽ നിന്ന് നിങ്ങളൊരു ബ്രാൻച്ച് ഔട്ട് ചെയ്യുകയാണ്. അതിൽ എനർജി ഡൈവേർട്ട് ആവുന്നു, റിസോഴ്സസ് ഡൈവേർട്ട് ആവുന്നു, എല്ലാം ഡൈവേർട്ട് ആവുകയാണ്. എസ്പെഷ്യലി ഹോൾസെയിൽ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ വാസ് ഓൾവേസ് ദെയർ അല്ലേ? അവിടെ നിന്നാണല്ലോ റീറ്റെയിലിലേക്ക് വന്നത്, അതോ തിരിച്ചായിരുന്നു? റീറ്റെയിൽ ഉണ്ടായിരുന്നു, റീറ്റെയിൽ നിന്നാണ് ഹോൾസെയിലേക്ക് വന്നത്. 92 ഇവർ April 8 റീറ്റെയിൽ തുടങ്ങിയത്, വലിയ കല്യാൺ സിൽക്ക് എന്ന ബ്രാൻഡ്. അതിന് മുമ്പ് നമുക്കുണ്ട്. അതിന് ശേഷം 2 കൊല്ലം കഴിയുമ്പോൾ ഹോൾസെയിൽ ആരംഭിച്ചു. ഹോൾസെയിൽ ആരംഭിക്കുക വെച്ച് കഴിഞ്ഞാൽ അത് ആരംഭിച്ച അന്ന് തൊട്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഷോറൂം ഹോൾസെയിലാണ്. ഹോൾസെയിൽ ഷോറൂമാണ് അത് തൃശ്ശൂരിൽ തന്നെയാണ്. തൃശ്ശൂരാണ്. കാരണം നമുക്കെല്ലാ ഇതിൻ്റെ ഈ ഫീൽഡ് അറിയണവർ മുഴുവൻ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അവരൊരു പ്രൈസ് വരും വാങ്ങും. നമ്മളങ്ങനെയല്ല, ഫുൾ നമുക്കിതിൽ A to Z അറിയാം. അതുകൊണ്ട് അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ മാറിയല്ല. പിന്നെ ഞങ്ങൾ പ്രൊഡക്ഷൻ സെൻറ്ററിൽ മാറി തുടങ്ങി ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഹോൾസെയിൽ വേണമെന്നുള്ളൊരു നിർബന്ധം തുടങ്ങി. ആൻഡ് ദാറ്റ് വാസ് സൂപ്പർ സക്സസ് ആക്ച്വലി. ഇപ്പോൾ ഹോൾസെയിലുള്ള ചാലഞ്ചസ് എന്താണ് ഫോർ യു? ബിക്കോസ് ഹോൾസെയിൽ സത്യത്തിൽ ചാലഞ്ചസ് ഇല്ല, ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ധാരാളം വരുമ്പോൾ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് പഴയ ഞങ്ങളുടെ ഡീലേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു സംശയം, ഇത് ഒരേ പ്രോഡക്റ്റ് വരുമോ, ഞങ്ങളുടെ റീറ്റെയിലും അവർ വാങ്ങിക്കൊണ്ടുപോകുന്നതും ഒരേ ഡിസൈനായിരിക്കുമോ, ഒരേ പ്രോഡക്റ്റ് ആയിരിക്കുമോ, പ്രൈസിലൊക്കെ മാറ്റം വരുമോ എന്നുള്ളൊരു സംശയമുണ്ട് അവർക്ക്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? കാരണം അവിടെ എന്താണ് ക്രക്സിലുള്ള ബേസിക് ഇഷ്യൂ എന്താണ്? കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു ടൗണിൽ നമ്മൾ റീറ്റെയിൽ സ്റ്റോർ തുടങ്ങുമ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റോഴ്സിന് എന്ത് തരത്തിലുള്ള ഇഷ്യൂ ആണ് അവർ ഫേസ് ചെയ്യുക? ആൻഡ് അത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ, കൺസേൺസ് ആണോ? ആൻഡ് ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? അവരെ കൺസേൺസ് അവർക്ക് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഓഫ് ദം. അവർ ധാരാളം, എനിക്കൊരു 1500 ഡീലേഴ്സ് ഉണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട്. ഇവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ എൻ്റെ റീറ്റെയിലും അവരെ കൊണ്ടുപോകണം ഒരേ പ്രോഡക്റ്റ് ആവുക, അതിലൊരു എന്തെങ്കിലും ഒരു പ്രൈസിലൊരു വേരിയേഷൻ വരുമ്പോൾ നോബഡി വിൽ ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും 2 ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക്. റീറ്റെയിൽ പർച്ചേസിൻ്റെ സ്റ്റൈലും ഹോൾസെയിലും 2 അതുകൊണ്ട് ഒരു രീതിയിലും ആ ഒരു വ്യത്യാസം അവർക്ക് വരില്ല. അതായത് താങ്കൾ പറയുന്നത് നിങ്ങളുടെ റീറ്റെയിൽ ഷോറൂംസ് ഉള്ളത് കൊണ്ട് അവിടെയുള്ള ചെറിയ റീറ്റെയിലേഴ്സിന് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ റീറ്റെയിലത്തെ ഒരു പ്രോഡക്റ്റും അവർക്ക് കൊടുക്കില്ല, കിട്ടില്ല അവർക്ക്. അതൊക്കെ വേറെയാണ് കിട്ടുക. ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ടു ടേക്ക് കെയർ ഓഫ് ദം. അപ്പോൾ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെന്നാണോ പറയാൻ ഉദ്ദേശിച്ചത്? ചെറിയൊരു ഉദാഹരണം പറയാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ August 18 പട്ടാമ്പിയിൽ ഞങ്ങളുടെ കല്യാൺ സിൽക്സിൻ്റെ ഷോറൂം വരുന്നുണ്ട്. ഐ വുഡ്
ഗോ ഔട്ട് ആൻഡ് പ്രൗഡ്ലി സേ ദറ്റ് പട്ടാമ്പിയിലേക്ക് കൂടുതൽ ജനങ്ങൾ വരാനാണ് പോകുന്നത്. അപ്പോൾ കല്യാൺ സിൽക്സ് ഒരു ടയർ ബി അല്ലെങ്കിൽ ഒരു ടയർ സി സിറ്റിയിലേക്ക് വരുമ്പോൾ അതാത് ടൗണുകൾ വികസിക്കുക ചെയ്യണത്. കാരണം ജനങ്ങൾക്ക് എന്തായാലും കേട്ട് സുപരിചിതമായ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് വരുമ്പോൾ ആ ടൗണിലേക്ക് കൂടുതൽ ആൾക്കാർ വരിക ചെയ്യണത്. അത് ഇൻഡയറക്റ്റ്ലി ആൻഡ് ഡയറക്റ്റ്ലി പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള റീറ്റെയിലേഴ്സിന് ഗുണം ചെയ്യുക. നേരത്തെ ധന്യ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അച്ഛൻ പറഞ്ഞൊരു കാര്യം വളരെ വാലിഡാണ്. കാരണം നമ്മുടെ ഹോൾസെയിലിൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റും നമ്മുടെ റീറ്റെയിലിൽ വിൽക്കുന്നില്ല. നമ്മുടെ റീറ്റെയിൽ ഷോറൂമിൽ വിൽക്കുന്ന പ്രോഡക്റ്റുകളൊന്നും ഹോൾസെയിലിൽ വിൽക്കുന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണം തന്നെ പ്രോഡക്റ്റ് കമ്പാരിസൺ വരാണ്ടിരിക്കാനും പ്രൈസിൻ്റെ വേരിയേഷൻ വരാണ്ടിരിക്കാനാണ്. അപ്പം ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഈ 1000 മുതൽ 1200 ചെറുതും വലുതുമായിട്ടുള്ള റീറ്റെയിലേഴ്സിനെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത്. ടേക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അവരിവിടുന്ന് കൊണ്ടുപോയി അവരുടെ ഒരു മാർക്കപ്പ് ഇട്ട് അവർക്കൊരു ഉപജീവന മാർഗ്ഗം അല്ലെങ്കിൽ അവർക്കൊരു പ്രോഫിറ്റബിലിറ്റി കിട്ടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിനെയും അവരുടെ എംപ്ലോയീസിനെയും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. വിച്ച് ഈസ് 100% അവർ റെസ്പോൺസിബിലിറ്റി. അത് നമ്മൾ 100% പാലിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മാർക്കറ്റിൽ വരുന്ന ഒരു കസ്റ്റമർ അവർക്ക് ഡിഫറൻസിയേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് അവിടെയുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലുള്ള ചാലഞ്ച് എന്ന് പറയാനല്ലേ? അല്ല, അത് പറ്റുന്നുമുണ്ട്. നമ്മുടെ കയ്യിൽ വരുന്ന ഡീലേഴ്സ് ആർ വെരി ഹാപ്പി. ആക്ച്വലി ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാണ് ഹോൾസെയിൽ. ഞങ്ങൾ മോസ്റ്റ് പ്രോബ്ലി ബിഫോർ ഡിസംബർ പിള്ള ഷോറൂം എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 70,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഹോൾസെയിൽ. ബാക്കി ഞങ്ങളുടെ വെയർ ഹൗസും കോർപ്പറേറ്റ് ഓഫീസും ഒക്കെയാണ്. ഒരു 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ എക്സ്ക്ലൂസീവ്ലി ഹോൾസെയിൽ. ഇപ്പം ഞങ്ങളുടെ ഹോൾസെയിൽ ഉള്ളത് ഇവിടെ നിന്ന് ജസ്റ്റ് സ്റ്റോൺ ത്രോ ഡിസ്റ്റൻസിൽ വേറെ ബിൽഡിംഗ് പണി കഴിഞ്ഞു. ഡിസംബറിൽ തുടങ്ങുക. ബിക്കോസ് വി ആർ വെരി ഹാപ്പി. ദ ഓൺലി തിങ് ഈസ് ഇങ്ങനെ കുറച്ച് പേർക്ക് ഒരു ഡൗട്ടുണ്ട്. ആ ഡൗട്ടിന് ഒരു പ്രധാന കാരണം എല്ലാത്തിലും കോമ്പറ്റീഷൻസ് ഉണ്ടാവുമല്ലോ. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഹോൾസെയിലുള്ളൊരു സ്ഥലമല്ല. നേരെ മറിച്ച് ഇപ്പോൾ കൊച്ചി ആയാലും കാലിക്കറ്റ് ആയാലും റീറ്റെയിലിനെക്കാട്ടിലും കൂടുതൽ ഹോൾസെയിലാണ്. അപ്പോൾ അവർക്ക് അവരെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പോയിൻ്റ് ഇങ്ങനെ പറയണമെന്ന് മാത്രം. റോങ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുകയാണ്. അതിൽ കുറച്ച് പേർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അവർ ചിലവരൊക്കെ വരവ് കുറച്ചു, ചിലവർ അവരുടെ കൺസംഷൻ കുറച്ചു. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഞങ്ങൾക്ക് പുതിയ ഡീലേഴ്സ് ധാരാളം വരികയാണ്. അവർ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇതിൽ പ്രധാനം എന്താ അറിയുമോ, ഈ ചെറിയ ബിസിനസ് പീപ്പിളൊക്കെ അവർ ഡയറക്റ്റായിട്ടാണ് പർച്ചേസിന് വരിക. അപ്പോൾ അവർക്ക് വാട്ട് ഈസ് വാട്ട് എന്നുള്ളവർക്ക് പ്രോഡക്റ്റ് കാണാനും ഡിസൈൻസ് കാണാനും അതിൻ്റെ പ്രൈസ് മനസ്സിലാക്കാനും സാധിക്കും. അവരൊക്കെ നമ്മളെപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ധാരാളം പേര് പർച്ചേസ് മാനേജർമാരെ അവർ എടുക്കുമ്പോൾ അവർക്കൊക്കെ പല ഇൻട്രസ്റ്റും ഉണ്ടാവും. അവരിങ്ങനത്തെ റോങ് മെസ്സേജുകൾ കൊടുക്കും. ഈ റോങ് മെസ്സേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വളരെ ഹാൻഡ്ഫുള്ളായിട്ടുള്ള റീസണബിളി സക്സസ്ഫുൾ ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് ഫ്രം വേരിയസ് നുക്ക് ആൻഡ് കോർണർ ഓഫ് ദി സ്റ്റേറ്റ് അവർ ഒരു തെറ്റിദ്ധാരണ, അവർക്കും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അവരാ തെറ്റിദ്ധാരണ ശരിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാതെ അവർക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നത് കല്യാൺ സിൽക്സ് ഇങ്ങനെ ചെറിയ ടൗണുകളിൽ വരുന്നത് ഇന്ന കാരണം കൊണ്ടാണ്, നമ്മുടെ ഒരു ബിസിനസ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ആയതുകൊണ്ട് നമ്മൾ കല്യാണിൻ്റെ ഹോൾസെയിലിലേക്ക് പോകുമ്പോൾ അത് തിരിച്ച് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വഴി വയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇവരുടെ മനസ്സിലുള്ളത്. ആ തെറ്റിദ്ധാരണ തികച്ചും തെറ്റാണ്, വാസ്തവവിരുദ്ധമാണെന്നാണ് ഞാൻ പറയുക. കാരണം നേരത്തെ ഞാനും അച്ഛനും പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, ഇറ്റ്സ് എ ടോട്ടലി 2 ഡിഫറെൻറ്റ് വേർട്ടിക്കൽസ്, ടോട്ടലി ന്യൂ പ്രോഡക്ട്സ്, ഡിഫറെൻറ്റ് പ്രൈസിങ്. ഇപ്പം ഞങ്ങളുടെ തന്നെ റീറ്റെയിൽ സ്റ്റോറിൽ ഞങ്ങളുടെ ഹോൾസെയിലിൽ വിൽക്കുന്ന പ്രോഡക്റ്റ് ഒരു പീസ് പോലും ഒരു കസ്റ്റമർക്ക് വന്നാൽ കിട്ടില്ല. ഓൺ ദ കോൺട്രി ഇപ്പോൾ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പട്ടാമ്പിയുണ്ട്, ഒറ്റപ്പാലമുണ്ട്, പിറവമുണ്ട്, കൊട്ടാരക്കരയുണ്ട്. അങ്ങനെ ചെറിയ ടൗണുകളിലേക്ക് കല്യാൺ സിൽക്സ് പോലത്തെ ഒരു സ്ഥാപനം പോകുമ്പോൾ ടൗൺ വികസിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കാത്ത വളരെ ചുരുക്കം കുറച്ച് റീറ്റെയിലേഴ്സ് ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന കുറച്ച് ഒരു മാർക്കറ്റിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കുമ്പോഴാണ് മറ്റുള്ള വ്യാപാരികൾക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ഹോൾസെയിലും ഇത്രയധികം റീറ്റെയിലിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ശരിക്കും കിട്ടുന്നത് കൺസ്യൂമറിനാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ടല്ലോ, ഒരു ഡസൻ
മാംഗോ മേടിക്കുന്നതും ഒരു കൂട മേടിക്കുന്നതും ഒരു ലോറി ലോഡ് മേടിക്കുന്നതിൽ മാറ്റമുണ്ട്. അത് സത്യമാണ്. ആ ഒരു സൗകര്യം ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഞങ്ങൾക്കുള്ള മാതിരി ആർക്കുമില്ല. മാസീവ് പ്രൊഡക്ഷനാണ് ഞങ്ങളുടെ. മാത്രമല്ല ഒരുമാതിരി എല്ലാവരും ഹോൾസെയിൽ, ചെറിയ കടക്കാരാണെങ്കിൽ സെമി ഹോൾസെയിലിൽ പോവും, മറ്റ് കുറച്ചുകൂടി സൗകര്യമുള്ളവർ ഹോൾസെയിലിൽ പോവും. ഞങ്ങൾ അടുത്ത സ്റ്റെപ്പാണ്. ഞങ്ങളുടെ എല്ലാം തന്നെ 99% ഓൺ മാനുഫാക്ചറിങ് ആണ്. ഓൺ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ജോബാണ്. ഓരോ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഞങ്ങളുടെ ലീസിനെടുത്ത് അവരോട് എല്ലാ പ്രൊഡക്ഷനും ഡിസൈൻ നമ്മുടെ ഇൻസൈഡ് ചെയ്ത് ഡിസൈൻ അവരിൽ കൊടുത്ത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവും, പ്രൈസിൽ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ചെറിയ റീറ്റെയിലുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു റൂഫിൽ ഇത്ര അധികം സെലക്ഷൻ കിട്ടില്ല. ഒരു ചെറിയ കടക്കാരനെ സംബന്ധിച്ച് അവനൊരു 25 സാരിയേ വേണ്ടി വരുള്ളൂ, ഒരു 10-40 മുണ്ടേ വേണ്ടൂ, 10-40 ഷർട്ടേ വേണ്ടൂ. ഇതെല്ലാം ഓരോ സ്ഥലത്തേക്ക് അവർ പോകണം. ഒന്ന് ബനാറസിൽ പോകണം, ഒന്ന് കാഞ്ചീപുരം പോകണം, ഒന്ന് കൽക്കട്ട പോകണം. ഇവർക്ക് ട്രാവലിൻ്റെ എക്സ്പെൻസ് പോലും അതിൽ മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഇതെല്ലാം എവറിത്തിങ് ഈസ് അണ്ടർ വൺ റൂഫ്. ഈ ഒരു കംഫർട്ട് ആരും കിട്ടില്ല. ഇതാണ് കല്യാണ സിൽക്കും മറ്റേതും കൂടിയിട്ടുള്ള മാറ്റം. പിന്നെ മകൻ പറഞ്ഞ മാതിരി തന്നെ ഒരു സിറ്റി തന്നെ വലിയൊരു മാറ്റത്തിലേക്ക് വരില്ലേ. ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഒരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ സിറ്റിയൊക്കെ വളരെ വികസിച്ചു, 5 സ്റ്റാർ ഹോട്ടൽ വരെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ബ്രാൻഡ് വരുമ്പോൾ ആ സിറ്റിക്ക് തന്നെ ഒരു പ്രൗഢിയാണ്. അതുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ ഓരോ ബ്രാഞ്ച് തുടങ്ങിയതിന് മുകളിൽ ഒരു റീറ്റെയിലർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ദാറ്റ് സിറ്റി ഈസ് ഗ്രോയിങ്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഈ ഞങ്ങളെ സംബന്ധം ഹോൾസെയിൽ, ഞങ്ങൾ റീറ്റെയിൽ എത്ര ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നു അത്ര തന്നെ ഹോൾസെയിലിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം അത് ഞങ്ങളുടെ മാനുഫാക്ചറിന് ഗുണമാണ്. അതായത് ഇപ്പോൾ പ്രിൻ്റ് വരെ ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പ്രിൻറ്റിങ് ആണ്. അപ്പോൾ പ്രിൻറ്റിങ് ഞങ്ങൾ റീറ്റെയിലിന് ഒരു പ്രിൻ്റ് കൊടുക്കും, ഹോൾസെയിലിന് വേറെ പ്രിൻ്റ് കൊടുക്കും. പ്രോഡക്റ്റ് സെയിമാണ്, പക്ഷേ അവർക്കൊരു കോമ്പറ്റീഷൻ ഒരിക്കലും അതുകൊണ്ട് വരില്ല. കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്നു. ഒന്ന് ഓൺലൈനായിട്ടുള്ള ഇഷ്ടംപോലെ പോർട്ടൽസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ബനാറസിൽ നിന്നൊരു സാരി വേണമെങ്കിൽ എനിക്ക് ബനാറസിൽ പോവാതെ അല്ലെങ്കിൽ ഒരു കടയിൽ പോവാതെ തന്നെ ഇവിടെ നിന്ന് എനിക്ക് ബനാറസിൽ നിന്നൊരു സാരി ഓർഡർ ചെയ്ത് ഇവിടെ വീട്ടിലെത്തിക്കാം, എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ വേറെ ബുട്ടീക്സ് ഉണ്ട്, ചെറിയ ചെറിയ ബുട്ടീക്സ് ഉണ്ട് വിത്ത് സ്പെഷ്യലൈസ് ഇൻ ഡിസൈനർ സാരീസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് കുറേ ബുട്ടീക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിന് നിങ്ങൾ ഒരു എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് എന്ന നിലയ്ക്ക് എങ്ങനെയാണ് കാണുന്നത്? ഹൗ ഡസ് ഇറ്റ് എഫക്ട് യുവർ ബിസിനസ് ആൻഡ് ഹൗ ഹാവ് യു ചേഞ്ച്ഡ് ഓർ ഇവോൾവ്ഡ് വിത്ത് ദ ടൈംസ് ടു അക്കോമഡേറ്റ് ഓൾ ദീസ് ചേഞ്ചസ്? To be frank, we don't see them as a competition. Okay, they are not even they are not in our radar itself. എന്താ വെച്ചാൽ അവർക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പ്രൈസിനോ ഇതൊന്നും അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ഇന്നലെ വന്ന ബുട്ടിക്ക് ഞാനും സ്വന്തമായിട്ട് നെയ്യുന്നുണ്ട്, എനിക്ക് സ്വന്തം തറിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കുറേ പേര് ക്ലെയിം ചെയ്യുന്നത്. ഒരു നോർമൽ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഒരു തറി സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 10-15 ലക്ഷം രൂപ വേണം. ഒരു സാരി നെയ്യണമെങ്കിൽ 2 മാസം വേണം. അപ്പോൾ ഇതൊന്നും ഒരു ചെറിയ ബുട്ടീക്ക് ആളെ കൊണ്ട് ഇതൊന്നും പ്രാക്ടിക്കലാവില്ല. ഒരു 50 സാരി 60 സാരി വെക്കണം എന്നുണ്ടെങ്കിൽ എത്ര തറി വേണം, എത്ര മാൻ പവർ വേണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു ബിഗ്ഗർ പ്ലേയേഴ്സിന് മാത്രമേ ആ വക കാര്യങ്ങൾ സാധിക്കുള്ളൂ. ഈ ഓൺലൈൻ ആൾക്കാർക്കൊന്നും ഇത് ഒരിക്കലും പറ്റില്ല. 101% ഇവർ പർച്ചേസ് ആൻഡ് സെയിൽസ് ആണ്. ഇവർ ഓരോ ചെറിയ ഹോൾസെയിലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു 10 സാരി മേടിച്ചു കൊണ്ടു വെക്കുക, എന്നിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും നടക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ കാണാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാരി എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് ഫോർ സം റീസൺ അതിൻ്റെ ബ്ലൗസിൻ്റെ ലൈനിങ് എടുക്കണമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷോറൂമിൽ വരുമ്പോൾ സെയിം സാരി പകുതി വിലയ്ക്ക് നമ്മളവിടെ കാണാം. അപ്പോഴാണ് ഇവർക്ക് അയ്യോ അബദ്ധം പറ്റിയില്ലോ എന്ന് പറയുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ്റെ കുഴപ്പം തന്നെ അതാ, ഇവർക്ക് റിയാലിറ്റിയോട് വിശ്വാസമില്ല. ഇവർക്ക് ഈ ഗൂഗിളിനോടും ഈ സോഷ്യൽ മീഡിയയിലും മാത്രമേ ഇവർക്ക് വിശ്വാസമുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ ഓൺലൈനിലും ഈ ബുട്ടീക്കിലൊക്കെ ആൾക്കാർ ചെന്ന് പെടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതേമാതിരി വഴി തെറ്റിപ്പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കണ്ടിട്ടുള്ളൂ. സോ അതിൻ്റെ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. Prakash, you have anything to add? Yeah, I would, I'm more or less in sync with what my brother is saying here. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു ഇലാബറേറ്റ് ആയിട്ട് പറയാൻ പോവുകയാണെങ്കിൽ ഈ ബുട്ടീക്സ് എന്ന് പറയുന്നത് നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അവരോട് മതിപ്പേ ഉള്ളൂ. എനിക്ക് ഈ ജെൻസി മില്ലേനിയൽസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു വിഭാഗം ചെറുപ്പക്കാരനെയാണ് നമ്മൾ ജെൻസി ആൻഡ് മില്ലേനിയൽസ് എന്നൊക്കെ പറയുന്നത്.
അവരുടെ മനസ്സിലുള്ളൊരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഓർ കല്യാൺ സിൽക്സിൻ്റെ അതേ ലീഗിലുള്ള വളരെയധികം ബ്രാൻഡുകളെല്ലാം ട്രഡീഷണൽ പ്രോഡക്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വളരെ റൂട്ടഡ് ഇൻ ട്രഡീഷനാണ്, അവർക്ക് വേണ്ട മോഡേൺ കോസ്റ്റ്യൂംസ് ഓർ മോഡേൺ ഡിസൈൻസ് ലഭിക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവരുടെ മനസ്സുകളിലുണ്ട്. അപ്പോൾ എനിക്കാകെ കൂടി ഈ പറയുന്ന പുതുതലമുറയോട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ സ്ഥലവും ട്രൈ ചെയ്യണം. ഞാൻ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഞാനാണ് സുപ്പീരിയർ, ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്നൊന്നും അവകാശപ്പെടാൻ ഞാൻ ആളല്ല. നിങ്ങളെല്ലാ സ്ഥലവും ട്രൈ ചെയ്യണം. യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ മീറ്റ് ഈച്ച് ആൻഡ് എവറി ബുട്ടീക്ക് ഓഫ് യുവർ ചോയ്സ്, ഈച്ച് ആൻഡ് എവറി മാനുഫാക്ചറർ ഓഫ് യുവർ ചോയ്സ് ബിഫോർ ടേക്കിംഗ് എ ഫൈനൽ ഡിസിഷൻ. You come to any stores of Kalyan Silks which is there in your visibility. നിങ്ങൾ വന്ന് ആ പ്രോഡക്റ്റ് കല്യാൺ സിൽക്സിലുണ്ടോ, ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ്, ഇത് നമ്മൾ കണ്ട ബുട്ടീക്കോ നമ്മൾ കണ്ട മാനുഫാക്ചററുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവുണ്ടോ, അല്ല നമ്മൾ പല സ്ഥലത്തേക്കും പോയി കല്യാൺ സിൽക്സിന് കുറച്ചും കൂടി വൈഡർ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് തരാൻ സാധിക്കുന്നുണ്ടോ, നമ്മൾ കുറച്ചും കൂടി കോമ്പറ്റേറ്റീവ് ആണോ, നമ്മുടെ സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ജനങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഹാർഡ് ഏൺ മണിയാണ്, അവർക്ക് തീരുമാനിക്കാം എവിടെയാണ് അവരുടെ പൈസ അവർ ചെലവ് ചെയ്യേണ്ടത്. അവരുടെ വിവാഹം, അല്ലെങ്കിൽ അവരുടെ മെഹന്തി, അല്ലെങ്കിൽ അവരുടെ പാർട്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു കോളേജ് റീയൂണിയൻ, എങ്ങനെയാണ് അവർക്ക് ഡ്രസ്സപ്പ് ചെയ്യേണ്ടത്, എവിടെ പൈസ ചെലവ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവരുടെയാണ്. ഞാനത് റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇറ്റ് ഈസ് യുവർ ഹാർഡ് ഏൺ മണി, യു നോ ഹൗ ടു സ്പെൻഡ് ഇറ്റ്, വെയർ ടു സ്പെൻഡ് ഇറ്റ്. നിങ്ങൾ കല്യാൺ സിൽക്സ് ഇസ് ഗ്രോയിങ് താങ്ക്സ് ടു ദ പബ്ലിക് ഓഫ് കേരള ആൻഡ് ഇന്ത്യ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വളരെ സന്തോഷം. ആ സപ്പോർട്ട് കൂടുതൽ വേണം, കൂടുതൽ ആഗ്രഹിക്കുന്ന കാരണം കൊണ്ടാണ് ഞാനീ പറയുന്നത്. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അറിഞ്ഞും അറിയാതെയും വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് യു കം ടു കല്യാൺ സിൽക്സ്, ചെക്ക് അസ് ഔട്ട് ആൻഡ് ടേക്ക് എൻ ഇൻഫോംഡ് ഡിസിഷൻ. ഇപ്പൊ സ്വാമി സർ ഈ ചേഞ്ചസിനെ എങ്ങനെയാ കാണുന്നത്? കാരണം പണ്ട് ഈ ഓൺലൈനോ ഇന്റർനെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന കാര്യം കേൾക്കുമ്പോ എന്താണ് ഫസ്റ്റ് റിയാക്ഷൻ? ഓൺലൈൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, പലതും നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിച്ച മാതിരി ആയില്ലല്ലോ, അതിൽ കണ്ട മാതിരി ഇല്ല എന്ന് തോന്നാറുണ്ട്. ഒരു എക്സ്പെഷ്യലി എക്സ്പെൻസ് നല്ല വെഡ്ഡിങ് സാരിയോ സിൽക്ക് സാരിയോ പാർട്ടി വെയറൊക്കെ ഞങ്ങളുടെ കടയിൽ വരികയാണെങ്കിൽ 100 500 ഐറ്റം കാണിച്ചു തന്ന് അത് അവർ കൊടുത്തുകയാണെങ്കിൽ അവരെടുത്ത് കാണിച്ചു തരും. നിങ്ങൾക്ക് തന്നെ കൊടുക്കണമെങ്കിൽ കസ്റ്റമറിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ആ ഒരു കംഫർട്ട് ഓൺലൈനിൽ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ കൊണ്ട് ഞങ്ങൾക്കൊന്നും എഫക്റ്റ് ആയിട്ടില്ല. പക്ഷേ അത് ഓൺലൈൻ ഒരു ഉപകാരം എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ധാരാളം യങ്ങർ ജനറേഷനൊക്കെ ഔട്ട് ഓഫ് ഇന്ത്യയാണ്. അവർക്ക് അവരുടെ പാരൻസിന് അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അത് ഞങ്ങൾക്ക് ഓൺലൈൻ ഉണ്ട്, ഞങ്ങൾക്ക് വരുന്നുണ്ട്, പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ അവർ പാരൻസ് വയസ്സുകാലത്ത് ഇരിക്കുന്ന നേരത്തെ അവരുടെ വെഡ്ഡിങ് ഡേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ കൊറിയർ പോണത്. അതുകൊണ്ട് അത് ഇറ്റ്സ് എ അത് വന്നാൽ തന്നെ അതിന് ശേഷം ചിലപ്പോൾ മെസ്സേജ് വരികയും ചെയ്യും, ഞങ്ങൾ ഒലച്ചിട്ടില്ല, തൊട്ടിട്ടില്ല, ആ കളർ ഞങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടമായില്ല. ഈ ഇഷ്യൂസൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു വ്യത്യാസം, ടച്ച് ആൻഡ് ഫീലിൽ മാറ്റം, ഉടുക്കുമ്പോൾ വേറെ മാറ്റം. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ നോക്കിയാൽ തന്നെ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കില്ല ഉടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ചിലവർ എത്ര സാരിയോ എത്ര ഷർട്ടോ എത്ര മുണ്ടുണ്ടെങ്കിലും ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് ഈ ഷർട്ട് തന്നെയാണല്ലോ കാണാൻ ചോദിക്കും. കാരണം നമുക്ക് തന്നെ ആ ഷർട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് തോന്നുകയാണ്. അതൊക്കെ ഓൺലൈനിൽ ഈസ് നെക്സ്റ്റ് ഇമ്പോസിബിൾ, നടക്കണ കാര്യമല്ല. അപ്പോൾ അതൊരു ചെറിയൊരു അതിനൊരു ഗുണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അത് എത്തിക്കാമല്ലോ. അത് തന്നെ ഇതിനൊരു ഗുണമുള്ളൂ. അത് നമ്മുടെ മാതിരി ബിസിനസ്സിനൊന്നും ഒരു നിലയ്ക്കും ബുദ്ധിമുട്ടുള്ളതല്ല. ഈ ഓൺലൈൻ തീർച്ചയായിട്ടും വേണം. ഇല്ല, അച്ഛനത് വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഓൺലൈൻ ഈസ് ദി ഓർഡർ ഓഫ് ദ ഡേ. യു ഹാവ് ടു ബി പ്രസൻറ്റ് ഓംനി ചാനൽ എന്ന് പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും വേണം. കല്യാൺ സിൽക്സും ഉണ്ട്. ഈ ഓൺലൈനിൽ കുറേ ഗുണങ്ങളുള്ളതിനകത്ത് ഐ വുഡ് റാദർ കാറ്റഗറിക്കലി സേ ദ ഡ്രോബാക്സ് ആക്ച്വലി ഔട്ട്വേ ദ പോസിറ്റീവ്സ് ഓഫ് എൻ ഓൺലൈൻ. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം, ഇത് എല്ലാ സെനാരിയോയിലും ഉണ്ടാവുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഓൺലൈനിൽ എഗൻസ്റ്റും അല്ല. ഇപ്പോൾ എനിക്കറിയുന്ന നല്ലൊരു മ്യൂസീഷ്യൻ ആൻഡ് ഹിസ് ബാൻഡ് ഞങ്ങളുടെ കുറേ ഫങ്ഷൻസിനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവർ നല്ല അടിപൊളി ജീൻസും ടീഷർട്ട്സും അല്ലെങ്കിൽ ഷർട്ട്സും പാർട്ടി വെയർ മോഡൊക്കെ ഇട്ട് വരും.
ഞാൻ ചോദിക്കട്ടാ ഇത് നീ ഇത്രയൊക്കെ പൈസ ഇവർക്ക് കൊടുക്കണ്ടേ ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഇട്ട് വരാനായിട്ട്. അപ്പോൾ ആൾ ചിരിച്ചിട്ട് പറയും, ഇല്ല പ്രകാശേ, ഇവരിതൊന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യും, 2 ദിവസം കഴിഞ്ഞ് ഈ ഫംഗ്ഷൻ നിങ്ങളുടെ ഫംഗ്ഷൻ കഴിഞ്ഞു, ഇത് പാക്ക് ചെയ്തിട്ട് അങ്ങനെ തിരിച്ചയക്കും. അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ല, മറ്റേ ക്യാഷ് ഓൺ ഡെലിവറി അല്ല, റിട്ടേൺ ബിക്കോസ് ദ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് താല്പര്യമായില്ല എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിച്ച സാധനം തിരിച്ചയക്കുകയും ആ സാധനം വേറൊരാളുടെ അടുത്തേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വളരെ കാലങ്ങളായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് തീർച്ചയായും ഓൺലൈനിൽ വാങ്ങിക്കുന്ന കുറേ സുഹൃത്തുക്കളെങ്കിലും വൗച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൺലൈനിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല കേട്ടോ. നമ്മൾ വെറുതെ എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡ്സ്, ഇപ്പോൾ കല്യാൺ സിൽക്സ് പോലത്തെ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് നമ്മളൊരു ലൂയി ഫിലിപ്പിൻ്റെ ഒരു ഷർട്ട്, ഒരു ജാക്ക് ആൻഡ് ജോൺസിൻ്റെ ഷർട്ട്, സീലോൻ്റെ ഒരു ഷർട്ടോ ട്രൗസറോ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ദ കറൻറ്റ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് വെൻ വി ആർ ഇൻ 2025. നമ്മളിന്ന് സംസാരിക്കുന്നത് ജൂലൈ 2025 ജൂലൈ 2025 പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ കടയിൽ വിൽക്കുന്നുണ്ടാവുക. അതേ സമയത്ത് ഓൺലൈനിൽ ഓഫറിൽ വരുന്ന പ്രോഡക്റ്റ് എല്ലാം 2021, 2022, 2020 വരുന്ന അൺസോൾഡ് ഇൻവെൻട്രിയാണ് കൂടുതലും ഓൺലൈനിൽ വിൽക്കപ്പെടുന്നത്. ഓബ്വിയസ്ലി അതിന് 2 ഭാഗമുണ്ട്. പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ല, കുറച്ച് പഴക്കമുള്ളതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് കുഴപ്പമെന്ന് ചോദിച്ചാൽ ദേ മൈറ്റ് ബി ട്രൂ ഇൻ ദെയർ വേ. ബട്ട് കറൻറ്റ് കളക്ഷൻ, ദ ലേറ്റസ്റ്റ് ഓഫ് ഫാഷൻ എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ യു ഓബ്വിയസ്ലി നീഡ് ടു കം ടു എ ബ്രിക്ക് ആൻഡ് മോർട്ടാർ സ്റ്റോർ. ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്ന ഈ ജെൻസീനോടോ മില്ലേനിയൽസിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെന്നെ പറയും, ഞങ്ങളൊരു 1500 രൂപ 2000 രൂപയ്ക്ക് മീതുള്ള അപ്പാരൽസോ മെർച്ചൻഡൈസോ ഓൺലൈനിൽ വാങ്ങിക്കാറില്ല. ഞങ്ങൾക്ക് കുറച്ചും കൂടി പ്രീമിയം പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രിക്ക് ആൻഡ് മോർട്ടാർ സ്റ്റോഴ്സിൽ പോകും. കാരണം ഞങ്ങൾക്ക് ആ ടച്ച് ആൻഡ് ഫീൽ, ആ പേഴ്സണലൈസ് സർവീസ് വേണം എന്നുള്ളത്. അപ്പോൾ ഓൺലൈൻ ഇസ് നോട്ട് ആൻ ഏരിയ വെയർ യു ഷുഡ് ഇഗ്നോർ, ബട്ട് ദാറ്റ്സ് എൻ ഏരിയ വെയർ ഓൺലി products of a particular price range, say predominantly below 2000 or below 1500 is what is getting sold. Which is true. I mean, when I shop, ഞാൻ പലപ്പോഴും പ്രൈസ് നോക്കി ആ ഒരു റേഞ്ചിലായിരിക്കും ഞാൻ ഓൺലൈൻ പിക്ക് ചെയ്യുക. അനദർ ക്വസ്റ്റ്യൻ ഐ ഹാവ് ഇസ്, ഈ ബുട്ടീക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു പൊസിഷനിങ് ഇസ് ഓൾസോ ബിക്കോസ് അവർ പറയുന്നത് ഒരു പക്ഷേ ഡിസൈനറാണ്, അല്ലെങ്കിൽ ഒരു യുണീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ ഒരു സർട്ടൻ എക്കണോമിക് സ്ട്രേറ്റയ്ക്ക് മേളിലുള്ള ക്ലയൻറ്റീലിനുള്ള ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗാർമെൻറ്റോ അല്ലെങ്കിൽ ആ റേഞ്ചിലാണ്. ഡു യു പ്ലാൻ ടു കേറ്റർ ടു ദാറ്റ് സെഗ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് ബ്രാൻഡിങ് എന്ന നിലയ്ക്ക്, ഓർ ഡു യു ഈ കല്യാൺ സിൽക്സിൽ തന്നെ ഐ ക്യാൻ എക്സ്പെക്ട് പ്രോബബ്ലി ഒരു എന്താ പറയുക, ഒരു NRI ഓർ സംബഡി ഹൂ വാണ്ട്സ് എ സർട്ടൻ സ്റ്റൈൽ, ഒരു യുണീക്ക്നെസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് കല്യാണിൽ ഉണ്ടാവുമോ? ഓൾറെഡി ഞങ്ങൾക്ക് ബീസ്പോക്ക് ബൈ കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഞങ്ങളുടെ മേജർ സ്റ്റോർസ്, അതായത് ട്രിവാൻഡ്രം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ, കാലിക്കറ്റ്, അങ്ങനത്തെ ഞങ്ങളുടെ വലിയ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോഴ്സിലെല്ലാം ഓൾറെഡി അതിനൊരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെയുണ്ട്. തൃശ്ശൂരൊക്കെ ശരിക്കും പറഞ്ഞാൽ 2 ഫ്ലോർ തന്നെ ഞങ്ങൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല റെസ്പോൺസും ഉണ്ട്. അവിടെ അതിൻ്റേതായിട്ടുള്ള ഫുൾ ഡിസൈനേഴ്സ് ഉണ്ട്. ഈ ഹിന്ദിയിൽ കാരിഗേഴ്സ് എന്നാണ് പറയുക, ഈ സാരിയിലോ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യാനും ലെഹങ്കയൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഫുൾ ടീം തന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റോഴ്സിലൊക്കെ ഉണ്ട്, ടൈലേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നിങ്ങൾ ചോദിച്ച മാതിരി NRIs ആയാലും അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആര് വന്നാലും അവർക്ക് യൂസ് ചെയ്യുന്ന സാധനം വേറൊരാൾ ഉപയോഗിച്ച സാധനം ഞാൻ അങ്ങോട്ട് കാണാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ അവർ വരുന്നത്. അതെന്തായാലും നമുക്കിവിടെ കൊടുക്കാനും പറ്റുന്നുണ്ട്. ആൻഡ് ദേ ആർ വെരി ഹാപ്പി ഓൾസോ. അപ്പോൾ ആ ഒരു ഇഷ്യൂസ്, പിന്നെ ഈ പറഞ്ഞ മാതിരി പ്രൈസ് അഡ്വാൻറ്റേജ് ഇവിടെയും നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാനും പറ്റും. എന്താ വെച്ചാൽ ഫാബ്രിക് സോഴ്സിങ് തൊട്ട് ഞങ്ങളുടെയല്ലേ, ഫാബ്രിക് സോഴ്സിങ് തൊട്ട് ഞങ്ങളുടെയല്ലേ, അവിടെ തന്നെ ആൾക്കാർ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒരു ബുട്ടിക്ക് 20,000 കൊടുക്കാൻ പറ്റുന്ന സാധനം ഞങ്ങൾക്ക് ഈസി ആയിട്ട് എന്തായാലും ഒരു 10,000-15,000 രൂപയ്ക്ക് കൊടുക്കാനും പറ്റും. സോ ദാറ്റ് അഡ്വാൻറ്റേജ് ഓൾസോ വി ആർ ഏബിൾ ടു പ്രൊവൈഡ്. ഈ പറഞ്ഞ ബുട്ടീക്കാണ് ആൾ പറഞ്ഞത്. ബുട്ടീക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാരിയോ ഇവർക്കൊന്നും മാനുഫാക്ചർ ചെയ്യാൻ, ഇവരായ ഒരു അഡീഷണൽ വർക്ക് ചെയ്യുന്നതാണ് ബുട്ടീക്ക്. പർച്ചേസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഹോൾസെയിലിൽ തന്നെ ആവാം, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ ജനറേഷൻ എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ്നെസ് വേണം. അപ്പോൾ ആ ബോർഡറിലോ അല്ലെങ്കിൽ പല്ലുവിലോ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്നതാണ് ഈ ബുട്ടീക്ക് എന്ന് പറഞ്ഞത്. അതിൽ ഇവർക്ക് വലിയ എക്സോർബിറ്റൻ പ്രൈസ് കൊടുക്കുന്നത് നമുക്ക് തന്നെ വേദനയായിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റുഡിയോ തുടങ്ങിയത്. അപ്പോൾ അതേമാതിരി നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അവർക്കതിൽ വേറെ എന്തെങ്കിലും ഒരു അഡീഷൻ വേണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അവർ ഡിസൈൻ കൊണ്ടാൽ അത് തന്നെ ചെയ്തു കൊടുക്കാം. അതിൽ ഞങ്ങളുടെ ഡിസൈനർ അവിടെയുണ്ട്, അവർ ഡ്രോ ചെയ്ത് കാണിച്ചു കൊടുക്കും. അല്ല, അതുമാതിരി തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ ധാരാളം ഡിസൈൻസ് ഉണ്ട്.
അങ്ങനെ പല രീതിയിൽ നമുക്കിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാലിക്കറ്റ് ഷോറൂമിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ലൂമനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 റൂമല്ലേ? അപ്പോൾ നാളെ Loom ഇഫ് യു set അതെ ഇപ്പോൾ നാളെ തന്നെ ഇഫ് യു ഫീൽ ദാറ്റ് എനിക്കൊരു സാരി ഇന്നൊരു ഡിസൈനിൽ വേണം, യു സ്കെച്ച് ഇറ്റ്, ബ്രിങ് ഇറ്റ് ടു അവർ സ്റ്റോർ, ആ സാരി കയ്യിലുണ്ടാവും. We can do it for you. Now, if you don't want to sketch it, we have people who can sketch a design. They can sit with you. They can customize the design for you, and we will sit and weave it in front of you. But obviously, getting it weaved is going to take at least 45 days to 60 days. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുപോകാം. ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ എ കസ്റ്റമേഴ്സ് ഇൻ ആ കാലിക്കറ്റ് സ്റ്റോർ നൗ. അപ്പോൾ ഇത് കാഞ്ചീപുരത്തിലോ? കാഞ്ചീപുരം പ്യുവർ കാഞ്ചീപുരം സിൽക്ക് സാരീസ്. ആ തറി അവിടെ ഇട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2 നെയ്ത്തുകാർ അവിടെ നിന്ന് ഫുൾ ടൈം വീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൈ ഇൻ കാലിക്കറ്റ് മീൻസ് ഇറ്റ്സ് എ വെരി ബിഗ് സ്റ്റോർ. എന്താ ഈ തറിയൊക്കെ ഇടാൻ ഇത്തിരി സ്ഥലം വേണം. The only thing is you have to wait minimum 30 to 45 days. Oh, that is exclusively for you, അല്ലേ? അത് how exclusive can it get? Suppose you want your family picture to be woven on the pallu, you just give us a high resolution picture. We will get it converted into the weaving format, and then that will be woven onto the pallu and given it to you. Oh, that's amazing. When you talk about family businesses, people always have this notion that family businesses വളരെ അധികം ഒരു എന്താ പറയുക, the decision is completely in the family, and this is from an perspective of an outsider. Business family നല്ലാത്തൊരു വ്യക്തി ഒരു ബിസിനസ് ഫാമിലി കാണുമ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങും പവർ ഇസ് വളരെ സെൻട്രലി ഫോക്കസ് എന്ന് പറയും. ബട്ട് വെൻ ദ ബിസിനസ് ഗ്രോസ് ടു സച്ച് ലെവൽസ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്, അപ്പോൾ putting systems in place becomes very important. How much have you been able to implement these systems to run these multiple verticals? The verticals തന്നെ കുറേ ഉണ്ട്, and the entire infrastructure accordingly. പെർഫെക്റ്റ് സിസ്റ്റം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണല്ലോ ഈ എക്സ്പാൻഷൻ ബിക്കംസ് ഈസിയർ ഓൾസോ. അല്ലെങ്കിൽ സാധിക്കില്ല. Systems ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് വളരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ 3 പേരും ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ മരുമക്കളും ചെയ്യുന്ന പ്രവൃത്തി വേറെ ആരെക്കൊണ്ടും സാധിക്കാത്ത കാര്യമാണ്. ഇന്നോവേഷൻ, ഐഡിയാസ്, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് ചെയ്യാൻ സാധിക്കും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ടീമുണ്ട്. ഇംപ്ലിമെൻറ്റിന് എല്ലാത്തിനും ആളുണ്ട്. എന്താണ് ടുമാറോസ് നീഡ്, നാളത്തെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾ അറിയണം. ഈ വരുന്ന ഓണത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം 2 മാസം 3 മാസം മുമ്പ് തന്നെ ഞങ്ങൾ വർക്ക് ചെയ്ത് പ്രോഡക്ട്സ് ആർ ഓൾമോസ്റ്റ് റെഡി. ഇതിന് നിങ്ങൾക്ക് ഈ ക്വാളിഫൈഡ് ആളെ കിട്ടില്ല. There you need experience. And they also need leadership there. അതെ. ഒരു ലീഡർ എന്ന So that is the difference between an entrepreneur and probably a professional. An entrepreneur is always qualified, but a professional guy will need a guidance from an entrepreneur to execute his job flawlessly. That is the difference between an entrepreneur and a professional here. അപ്പോൾ in the sense that you have the vision for the future and you have the right team to implement that vision for you. We believe we've got the right team. We are in the process of increasing the team strength. ഇപ്പോൾ പറയാൻ പോവുകയാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓൺ ചാർട്ടേഡ് അക്കൗണ്ടൻസ് 4-5 പേര് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ഓൾ വെരി ഹൈലി പെയ്ഡ് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. വി ഹാവ് അവർ ഓൺ ഡിസൈൻ ടീം, വി ഹാവ് എ സോഴ്സിംഗ് ഡയറക്ടർ. ഡിസൈൻ ടീം എന്ന് പറയുമ്പോൾ ഇവരൊക്കെ NIFTയിലും പല സ്ഥലത്തുനിന്നും പാസ് ഔട്ട് ചെയ്ത് കേരളത്തിലും ഇന്ത്യയിലുള്ള പല ബ്രാൻഡുകളിലും ലീഡ് ഡിസൈനും ഹെഡ് ഡിസൈനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. വീവ് ഗോട്ട് couple of CEOs for all these different verticals. So they actually run the show for us. നമ്മൾ ഇന്നതാണ് നമ്മുടെ വിഷൻ. ദിസ് ഇസ് വെയർ വി നീഡ് ടു റീച്ച് ഇൻ 2030. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് മൈ ബ്രാൻഡ് ടു ബി ഇൻ 2025 എന്നുള്ള വിഷനും അതിൻ്റെ റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അച്ഛനും മക്കളും obviously our better half. That is what we predominantly do. That brings me to the question, ഞാൻ എപ്പോഴും എല്ലാവരും പറയാം money is not always happiness. Would you agree with that? Or what is money and happiness? അത് തമ്മിലുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, മണിയാണ് ഹാപ്പിനെസ് വെച്ചാൽ ഞങ്ങൾ മിണ്ടാതിരിക്കുക നല്ലത്. നോ സെൻസ് ഇൻ വർക്കിംഗ്. വളരെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഡൂയിങ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഈ വെർട്ടിക്കൽ അങ്ങനെയാണല്ലോ വന്നേ. 2 ഡോട്ടർലോസും അവർ എഡ്യൂക്കേറ്റഡ് ആണ്. അവരിങ്ങനെ ഞങ്ങൾ ഊണ് കഴിച്ച് വരുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കണം കാണുമ്പോൾ വിഷമം തോന്നും. അപ്പോൾ അവർക്ക് ഒരു ഓഫർ കൊടുത്തു. ആൻഡ് ദേ ആർ സോ ഹാപ്പി. അതൊരു വെർട്ടിക്കൽ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നു. അതിലും മാറ്റങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തുടക്കം തന്നെ നമ്മുടെ എൻ്റെ ഈ ഫീൽഡിൽ അതേ ലൈൻ തന്നെ പറഞ്ഞേ, ഇത് ഫുഡ് ഐറ്റംസാണ്. നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്താ മേടിക്കുക, ആ രീതിയിൽ. ഇതിൽ കോംപ്രമൈസ് വേണ്ട. നമ്മുടെ പ്രൈസ് ഇടുക, ആവശ്യമുള്ളവർ എടുത്തോളും. അപ്പോൾ അത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോൾ സക്സസ് ആയല്ലോ.
അതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്പാൻഷൻസ് ആർ ഹാപ്പനിങ്. പിന്നെ പുതിയ ജനറേഷൻ്റെ വന്നു. എന്നിട്ട് പഴയ മാതിരിയല്ലല്ലോ, 13 വയസ്സായ കുട്ടികൾ വരെ പാരൻസിൻ്റെ കൂടെ കാണാനില്ല ഷോപ്പിങ്ങിന്. അവരൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വരണേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഫാസിയോ വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വഴക്കൂടി 2000 5000 മേടിച്ചിട്ട് അവർക്ക് 5000-ന് 5 5 7 ഡ്രസ്സ് കിട്ടണം. അവർക്ക് ഡെയിലി മാറേണ്ടതാണ് ആവശ്യം. അപ്പോൾ അവർക്ക് പാരൻസിൻ്റെ കൂടെ, അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേറെ വെർട്ടിക്കൽ കൊണ്ടുപോകും. അപ്പോൾ എന്നും ഒരു നല്ലൊരു ഷൂഡ് ബിസിനസ് മാൻ, എക്സ്പെഷ്യലി ഞങ്ങളുടെ ഫീൽഡിലുള്ളവർ, ദേ ആർ ഓൾവേസ് ഇൻ ദി ലോവർ കിൻഡർ ഗാർഡൻ. അവർക്ക് എന്നും പഠിക്കാനുണ്ടാവും, എന്നും ധാരാളം പഠിക്കാനുണ്ടാവും. എല്ലാം എനിക്കിത് അറിയാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഗ്രോത്ത് അല്ല, പിന്നെ ഡീഗ്രോത്ത് ആവും. ഈ നേരത്തെ ചോദിച്ച പോലെ പിന്നെ അതിനേക്കാട്ടിലും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം, ഒരു 10,000 കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയ ചെറിയ കാര്യമാണോ? ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട്, ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു 10 പേർക്ക് തൊഴിൽ കൊടുക്കൂ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട്. റോട്ടറി ക്ലബ്ബിൽ ഞാൻ മെമ്പറാണ്. വളരെയധികം കളക്ഷൻ്റെ ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട്. അവർക്കൊരു ഡ്രൈവറെ പൈസ ഇല്ലാണ്ടല്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല അവർക്ക്. അത് വലിയൊരു ആർട്ടാണ്. അതേമാതിരി തന്നെ നമ്മൾ മലയാളികൾ അവരൊക്കെ വർക്ക് ചെയ്യണം. എല്ലാവരും ലേബർ ഇൻട്രസ്റ്റ് അതൊക്കെ പറയും. എനിക്കതൊന്നും ഉണ്ടാവാറില്ല. കാരണം ഹൗ യു മെയിൻറ്റെയിൻ. പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ 50 കൊല്ലമായി ബിസിനസ്സിൽ. ഇന്ന് വരെ എൻ്റെ കൂടെ ബിസിനസ് ചെയ്തവർ ഒരാളും കോമ്പറ്റേറ്റർ അവിടെ പോയിരുന്നു എന്ന് കേൾക്കില്ല. ഞങ്ങൾ കല്യാൺ സിൽക്കിൽ വർക്ക് ചെയ്തിരുന്നവരാണ്, ഞങ്ങൾ ഇങ്ങോട്ട് പോയി എന്ന് പറയില്ല. സ്റ്റിൽ ദേ ആർ മൈ സ്റ്റാഫ്. എല്ലാം എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പറ്റുന്നത്, എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണ് ഇവർ എന്നെ വിട്ട് പോകാത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊക്കെയാണല്ലോ നമുക്കൊരു ഹാപ്പിനെസ് എന്ന് പറയണത്. പിന്നെ എൻ്റെ കൂടെ ഒരു ബോയ് ആയിട്ട് വന്നിട്ടുള്ളവർ, മറ്റവരൊക്കെ ഇന്ന് ഓരോ ബ്രാഞ്ചിൻ്റെ മാനേജർ ആവുകയും അവരൊക്കെ ഇന്ന് ഇപ്പം ഞാൻ ഫ്ലൈ ചെയ്യണതിനേക്കാട്ടിൽ കൂടുതൽ അവർ ഫ്ലൈ ചെയ്യണേ. വിളിക്കുമ്പോൾ സാർ ഞാൻ ഇപ്പോൾ കൽക്കട്ടയിലാണെന്ന് പറഞ്ഞാൽ നീ അവിടെ പോയോ? അപ്പോൾ അതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ അവർക്കൊക്കെ, നമുക്കും സന്തോഷമല്ലേ. അത് അതിൻ്റെ ഒരു പ്രധാന ഞങ്ങളുടെ ഫീൽഡിൽ മാത്രം ഒരു യൂണിവേഴ്സിറ്റിയിലും പാസ്സായിട്ടൊരാളെ കൊണ്ട് നിർത്താൻ പറ്റില്ല ഈ പണിക്ക്. ഇത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ചെയ്യാവുന്നൊരു പണിയാണ്. ഇതൊരു MBA-ലും പഠിപ്പിക്കില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ പറയുക തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ യു ട്രീറ്റ് ദം ആസ് യുവർ ഫാമിലി. ഇപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനും ശ്രദ്ധിച്ചു, ഹൈപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുമോ, നമ്മളത് കൺസ്യൂം ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എംപ്ലോയീസിനും കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 6000-7000 ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അക്കോമഡേഷനും അവർക്ക് കൊടുക്കുന്ന ഫുഡും എല്ലാം, വെദർ ഐ ഗോ ദെയർ ഫോർ ദെയർ, നമ്മൾ അവരുടെ മെസ്സിൽ പോയാൽ ഞാൻ ആ ഭക്ഷണം കഴിക്കുമോ എന്ന് ആലോചിച്ചിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഓഫ് ഫുഡാണ് നമ്മളവർ കൊടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം അവർ സാർ എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് ശമ്പളം കൂട്ടിത്തരുമോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരാനൊരു അവസരം നമ്മൾ വരുത്താറില്ല. മാർക്കറ്റിൽ പറയുന്ന പോലെ വില നിലവാരം കൂടുന്നതിനനുസരിച്ചോ ജീവിതശൈലി മാറുന്നതിനനുസരിച്ചിട്ട് എല്ലാ വർഷവും നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിലത്തെ ഒരു ശമ്പള വർധനം അവർ കൊടുക്കാറുണ്ട്. വി ട്രൈഡ് അവർ ലെവൽ ബെസ്റ്റ്. പിന്നെ എത്ര കിട്ടിയാലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ അച്ഛൻ പറയും, പ്രകാശ് നിൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ ഒരു ടയോട്ടയുടെ കാറുണ്ട്, നാളെ ബെൻസ് കിട്ടിയാൽ അതിൻ്റെ അടുത്ത ദിവസം റോൾസ് റോയ്സ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രവണതയാണ് മനുഷ്യൻ്റെ ഒരു ഇൻബിൽറ്റ് ഓർ ഇൻഹെറൻറ്റ് ക്വാളിറ്റി. അപ്പോൾ വാട്ട് എവർ ബെസ്റ്റ് പോസിബിൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കോവിഡ് കാലഘട്ടമാണ്. ഈ കോവിഡ് കാലഘട്ടത്ത് നമ്മൾ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ ഒരു പ്രസിഡൻറ്റും കൂടിയാണ് അച്ഛൻ. KTGA എന്ന് പറഞ്ഞ കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ്സ് അസോസിയേഷൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണ് ഒരു 10-20,000 അംഗങ്ങളുള്ളൊരു അസോസിയേഷനാണ്. ഏറ്റവും വലിയൊരു ചർച്ച ഉണ്ടായിരുന്നത്, സ്വാമി നമുക്ക് സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്, നമ്മൾ എങ്ങനെയാണ് ശമ്പളം കൊടുക്കുക, നമ്മൾ ശമ്പളം കൊടുക്കാണ്ടിരിക്കാനുള്ളൊരു തീരുമാനം എടുത്താലോ എന്നുള്ളത് ചോദിച്ചു. എന്നുള്ളൊരു ചർച്ചയിലേക്ക് വന്നപ്പോൾ ഞാനന്ന് ലൈവായിട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ട്. കാരണം ഒരു പണിയില്ലാണ്ട് വീട്ടിലിങ്ങനെ ഒരു ദിവസം ഇത്ര കോവിഡ് കൗണ്ട് എന്ന് പറഞ്ഞ് വരുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, ഓരോ പേരിലും ഓരോ സൈസിലുള്ള പോലെ തന്നെ ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷിനെ കുറിച്ച് ഞാൻ പറയാൻ ആധികാരികത എനിക്കില്ല, ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് ഭഗവാൻ ഇപ്പോൾ ഒരു പൊസിഷനിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. എനിക്കൊരു 3 മാസം സ്ഥാപനം അടച്ചിട്ടാലും എൻ്റെ വീട്ടിൽ അടുപ്പ് പോകുകയും എൻ്റെ പിള്ളേർ ഭക്ഷണം കഴിക്കും. പക്ഷേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല. ഞാൻ എന്തായാലും ഫുള്ളായിട്ട് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനത് കൊടുക്കും, നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനടക്കം അച്ഛനോട് ചോദിച്ചു, അതൊരു വളരെ കടുത്തൊരു നടപടിയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു, ഞാൻ പറഞ്ഞു പ്രകാശ് ഇതിൽ മാത്രം
നീ ചർച്ചയ്ക്കും ഡിബേറ്റിനും വരണ്ട, ദിസ് ഈസ് മൈ ഡിസിഷൻ, യു വിൽ എബൈഡ് ബൈ ഇറ്റ് എന്നുള്ളത്. അതൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞ പോലെ സ്റ്റാഫുകൾ നമ്മുടെ കൂടെ ഒരു സ്നേഹത്തിൽ നിൽക്കുന്നതും വിട്ടു പോകാണ്ടിരിക്കാനുള്ള പല കാരണങ്ങളിലും ഒരു കാരണമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ കുറേ കാരണങ്ങൾ പറയാനുണ്ടാവും. ബട്ട് വി ബിലീവ് യു നീഡ് ടു ട്രീറ്റ് ദം വിത്ത് റെസ്പെക്റ്റ്, ട്രീറ്റ് ദം ആസ് യുവർ ഫാമിലി ആൻഡ് ഗിവ് ദം ദ കൈൻഡ് ഓഫ് റെക്കഗ്നീഷൻ ദാറ്റ് ഇസ് റിക്വയർഡ് ടു ബി ഗിവൻ ടു ദം. അതിപ്പോൾ ഒരു ഫ്ലോർ ബോയ് ആണെങ്കിലും ഒരു CEO കാറ്റഗറി ആണെങ്കിലും അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റിൽ വലിയൊരു കാര്യമുണ്ടല്ലോ. കോവിഡ് കാലത്ത് ആരും പിരിച്ചു വിട്ടൂല കേട്ടോ. അങ്ങനെയുണ്ട്, കുറേ പേരെ പിരിച്ചു വിട്ടുമല്ലോ. അത് ഞങ്ങൾക്ക് അതൊക്കെ ഇപ്പം ഇന്ന് ബെനിഫിറ്റായി. പുതിയ പുതിയ ഷോറൂംസ് പലവരും കോമ്പറ്റേറ്റേഴ്സ് ഒക്കെ തുടങ്ങുമ്പോൾ വലിയ ഓഫർ കൊടുക്കും. കല്യാണ സ്റ്റാഫിനെ കിട്ടാൻ എളുപ്പമല്ലല്ലോ. വലിയ ഓഫർ കൊടുക്കും. പക്ഷേ അവർക്കറിയാം അത് ശാശ്വതമല്ല എന്നറിയാം. അത് നോബഡി ഞങ്ങളുടെ ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ് പറയുമ്പോൾ ആരും തന്നെ നമ്മളെ വിട്ടു പോകാറില്ല. അപ്പോൾ ഈ ഹാപ്പിനെസ്സിൻ്റെ ഡെഫിനേഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ഹാപ്പിനെസ്സിലേക്ക് കിടക്കാം. ഇതില് ക്യാമറയ്ക്ക് പോസ് ചെയ്താലേ തലയിലോ കൊണ്ട് ഒഴുക്കി വരും. അത് തള്ളിക്കളയാൻ പറ്റില്ല. ടൊമാറ്റോ കിച്ചടി ആദ്യം പായസമല്ലേ വിളമ്പണ്? മധുരം സ്വീറ്റ് വെച്ചാണ്. ആണോ? നമ്മുടെ സദ്യയിലെ സാധാരണ ഉപ്പാണ്. മാത്രല്ല ഞങ്ങൾ വിളമ്പി വെക്കില്ല ഇലയില്. സാധാരണ കേരള ട്രഡീഷനിൽ നോക്കുമ്പോൾ എല്ലാം വിളമ്പി വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുക, എന്നിട്ടാണ് ചോറിടുക. ഞങ്ങൾ പറഞ്ഞില്ലേ പൂർവികരൊക്കെ തമിഴ്നാട് നിന്ന് വന്ന കാരണം ഒരു തമിഴ് കൾച്ചറാണ് നമ്മുടെ അവിടെ. അപ്പോൾ തമിഴ് കൾച്ചറിൽ ഫസ്റ്റ് സ്വീറ്റ് വിളമ്പുകയും ചെയ്യും, ഒരാളെ ഇലയിൽ ഇരുന്നിട്ട് വിളമ്പാൻ തുടങ്ങുള്ളൂ. ആണോ? ഓ, ചൂടായിട്ട് കൊടുക്കണ്ടേ? ലേഡീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ വർദ്ധിനിയോട് സംസാരിച്ചപ്പോഴേ വർദ്ധിനി പറഞ്ഞു ഞാൻ ആദ്യം വിളമ്പട്ടെ എന്നിട്ട് ഞാൻ വന്നിരിക്കാം. അതെന്താണ്? അല്ല, അത് ഇന്നത്തെ കാര്യം ഐറ്റം കൂടുതലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വട്ടം തിരിയും. അല്ല ഞങ്ങൾക്ക് പായസം ഒന്നും പോട്ടിട്ടില്ല. എന്നും ഇങ്ങനെ സദ്യ ഇലയിലാണോ അതോ? അല്ലല്ല, ഇന്നിപ്പോ ഒരു ഡിഫറെന്റ് എന്നും കഴിച്ചാ നമുക്ക് പിന്നെ കടയിൽ പണിയെടുക്കാൻ പറ്റില്ല. അല്ലെ, ഇവര് രണ്ടുപേരിലും സ്വാമി സാർ ആരായിരുന്നു ഇത്തിരൂടെ കുറുമ്പൻ? മൂത്താൾ തന്നെയായിരുന്നു. ആയിരുന്നു. സാധാരണ മൂത്ത കുട്ടികളല്ലേ ഇത്തിരൂടെ ഒരു ഇത് തന്നെ നല്ലോണം ഉപദ്രവിച്ചിട്ടുള്ളവരാ ഇപ്പോഴും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പേരക്കുട്ടികളൊക്കെ വന്നതിന് ശേഷം മക്കളാണോ പേരക്കുട്ടികളാണോ ഭേദം തോന്നണ? ഇപ്പോ പേരക്കുട്ടി എന്റെ അമ്മ കെട്ടിയില്ലല്ലോ, അവര് കുറെ തമാശ കാണിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല അവര്. പക്ഷെ ഇവര് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ? അടിപിടി ഉണ്ടാക്കും അവര്. അല്ലെങ്കിൽ എന്തോ കുഴപ്പമൊന്നും വിചാരിക്കില്ലേ? എപ്പോഴെങ്കിലും സ്കൂളിലൊക്കെ വിളിച്ചിട്ടുണ്ടാ? എന്നെ വിളിച്ചു. ഭയങ്കര ശാന്ത സ്വരൂപന്മാരായിട്ടുള്ള അല്ല, അങ്ങനൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ അതിന് പകരം ഇപ്പൊ ഇവര് തെറ്റിദ്ധരി കടക്കി പോണവര് സ്കൂളിലേക്ക് പോയി തുടങ്ങിയവര്. ഒന്നും ചെയ്യാണ്ടിരുന്ന അയ്യോ ഇവന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നില്ല ആർക്കായാലും. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ ഉച്ച 4 മണിയാകുമ്പോൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് വരും. ആരോടും മിണ്ടാണ്ട് ഒരു സൈലന്റ് ആയിട്ട് ഒരു മുക്കിൽ പോയിരുന്നു കഴിഞ്ഞാൽ അയ്യോ പാവം ഇവരുടെ കുട്ടികൾക്ക് എന്തോ കുഴപ്പമുണ്ടാന്ന് തോന്നില്ല. അതിനേക്കാളും അടിപിടിയായിട്ട് കുട്ടികൾ നടക്കല്ലേ? അല്ല, ഞാൻ വിചാരിക്കുന്നത് ഈ ഏരിയ തന്നെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ ഭയങ്കര കുട്ടികൾക്കാണ് അതിന്റെ ഏറ്റവും വലിയ ലക്ഷറി. നല്ലല്ല, അതുകൊണ്ട് റോങ് ഫ്രണ്ട്സ് വരില്ല അവർക്ക്. അതൊരു ഗുണം. അത് ഇവർക്കും കിട്ടും വരില്ല, ഞങ്ങൾക്കും ഉണ്ടായില്ല, ഇവർക്കും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ വിമൻ ഇൻ ബിസിനസ് ആണേ. അപ്പം ഈ സൂപ്പർ മാർക്കറ്റ് നോക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു മാൻഷൻ മാനേജ് ചെയ്യുക, ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക്. നിങ്ങൾ ആളുകൾ മറന്നു. 7000 ആളുകളെ മാനേജ് ചെയ്യുന്ന ആളുകളെ മാനേജ് ചെയ്യാൻ അതിലും ബുദ്ധിമുട്ടാണ്. അത് ശരിയാണ്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക് അല്ലേ? It's fun. And children too. Yeah, definitely it's fun. Then it is joint family, so it's good. അപ്പോൾ ആരാണ് ഈ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളൊരു സജഷൻ വന്നത്? നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു ആദ്യം? വർദ്ധനി, മധു? We were very happy actually. We thought finally we will be of some use to the family. You are a big No. I meant, see, idoru family business na parayumbo everyone has got their role to play. അതെ. So we should actively participate in it if our situation allows. And our situation allows. So it is our responsibility to participate in it. So ശരിക്കും പറഞ്ഞാൽ ഇത് വന്നപ്പോഴത്തേക്ക് എൻ്റെ മക്കളൊക്കെ ഒരുമാതിരി വലുതായി. So I was almost a bit free during that time. പിന്നെ these people are always busy.
അപ്പോൾ ഓക്കെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായി. ദിസ് ഇസ് വൺ ഫീൽഡ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡും അല്ലേ, നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. സോ വി നോ വാട്ട് ഇസ് വാട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു അത് ഏറ്റെടുത്തത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ വിളമ്പുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്തിനാ വർദ്ധിനി വാശി പിടിച്ചത് ഞാൻ തന്നെ വിളമ്പുമെന്ന്? അതെങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടോ വീട്ടിൽ? അല്ല, നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ ലേഡി ഓഫ് ദ ഹൗസ്, ഞങ്ങളല്ലേ ചെയ്യേണ്ടത്. സോ ഡെഫിനറ്റ്ലി ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടോ, ലേഡീസ് ആണ് ആദ്യം വിളമ്പിയിട്ട് പിന്നെ ഇരിക്കുക അങ്ങനെ? ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തന്നെയാണ് വിളമ്പാറ്. എന്തൊരു ഫംഗ്ഷൻ എപ്പോഴാണെങ്കിലും ഞങ്ങള് ആദ്യത്തെ പായസം എൻ്റെ കൈ കൊണ്ടോ മധുവിൻ്റെ കൈ കൊണ്ടേ ആയിരിക്കുള്ളൂ. ഞങ്ങൾ നിവേദ്യം ഓരോ പരിപാടിക്ക് ഞങ്ങൾ പൂജാമുറിയിൽ നിവേദ്യം എല്ലാം ഞങ്ങളെ ചെയ്യുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ബിസിനസ് ഫാമിലീസ് എന്നല്ലേ വന്നിരിക്കുന്നത്? വാട്ട് ഈസ് ദ ട്രാൻസിഷൻ ലൈക്ക്? ഇങ്ങനെ ഒരു എങ്ങനെയാ ഞാൻ പറയാം, ലൈക്ക് കംപ്ലീറ്റ് ബിസിനസ് എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു വ്യത്യാസം? വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് യു ഫെൽറ്റ്? കാരണം എനിക്കറിയാം ലൈക്ക് എൻ്റെ ബിസിനസ് ഫാമിലി അല്ല, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ബിസിനസ് ഫാമിലി, പക്ഷേ എന്നാലും ആ ഒരു ചേഞ്ച് ഭയങ്കര ഡ്രാസ്റ്റിക് ആണ്. ഹൗ ഇസ് ഇറ്റ് ഫോർ യു ഗൈസ്? എൻ്റെ ഫാമിലി ട്രിവാൻഡ്രത്ത് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ജോയിൻറ്റ് ഫാമിലിയും ഏകദേശം ഈ ഒരു ഇതൊക്കെ തന്നെയാണ്. സോ ബട്ട് ദെൻ ദിസ് ഇസ് മോർ ഓഫ് എ ക്ലോസ് നെറ്റ് ഫാമിലി. അതായത് എല്ലാ ബ്രദേഴ്സും, അച്ഛൻ്റെ ബ്രദേഴ്സ് എല്ലാം തന്നെ എല്ലാവരും എല്ലാ ആഴ്ചയും മീറ്റ് ചെയ്യും. അപ്പം അവരുടെ ഡോട്ടേഴ്സ് ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ ഒരേ ഏജ് ആണ്, ഞങ്ങളൊരു 5-8 ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു കൂട്ടായ്മയാണ്. ഓക്കെ. ആക്ച്വലി ഇൻഫാക്ട് വി ആർ വെരി വെരി ക്ലോസ്. നമ്മുടെ ഓൺ കസിൻസിനെക്കാളും അവരായിട്ട് വളരെ ക്ലോസ് ആണ്. ഓക്കെ. സിമിലർ ഏജ് ആൻഡ് കുട്ടികളും there are lots of things to share as well. അയ്യോ, വീക്കെൻഡ്സ് ഞങ്ങളുടെ വീട് വന്നാൽ ഇതൊരു കിൻഡർ ഗാർഡൻ മാതിരിയാണ്, അത്ര പിള്ളേരാണ് ഇവിടെ. How is it for you, Madhu? Madhu ബാംഗ്ലൂരിലായിരുന്നില്ലേ? Yeah, I was working, but working was actually, it was very comfortable because you have a boss to make decisions for you and tell you what to do. ഇവിടെ we have to make അല്ല മോർ ദാൻ ദ ബോസ് എടുക്കുന്ന ഡിസിഷൻസ് അതനുസരിച്ച് കോൺസിക്വൻസസ് കാണും, റിസൾട്ട്സ് ഓർ നോ റിസൾട്ട്സ്. സോ വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദ ഡിസിഷൻ. സോ ഇവിടെ വി ഗെറ്റ് ഓൾവേസ് ഒരു ഡിസിഷൻ എടുക്കാനും മുമ്പ് വി ഗെറ്റ് എല്ലാവരുടെ ഒരു അഭിപ്രായം ഒന്ന് എടുത്ത് വി വിൽ ബി ഏബിൾ ടു വേ പ്ലസ് മൈനസ് ആൻഡ് ദെൻ ഗോ അഹെഡ്. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്ലസ് പോയിന്റ്. But yes, there's a lot on your plate. ഇപ്പോൾ ഈ ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി there's a lot on your plate. ഏറ്റവും വലിയ പണിഷ്മെന്റ് വെറുതെ ഇരിക്കില്ല. ഇവരിങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. ഇവിടെ ബാക്കി സർവൻസും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ എനിക്കൊരു സൂത്രം തോന്നാൻ കാരണം ഈ വാല്യൂ ഫോർ മണി, പൈസ കാണുമ്പോൾ ഇതിങ്ങനെ മരത്തിൽ നിന്നൊക്കെ പൊട്ടി വരണമെന്നൊരു ധാരണ വരാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഹാർഡ് വർക്ക് അറിയണല്ലോ. അത് വലിയ പെട്ടെന്നൊന്നും പണം കയ്യിൽ കിട്ടില്ല. അത് ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അൺനെസറി എക്സ്പെൻഡിച്ചർ ഇവർ കുറച്ചോളും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അമ്മമാർ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ അത് അവർക്കൊരു വലിയൊരു ഷിഫ്റ്റിൻ്റെ പേഴ്സണാലിറ്റി തന്നെ കൊണ്ടുവരും. ആസ് opposed to a person who's at home when the children see their mother working and doing the jobs. അത് ഭയങ്കര ഒരു വ്യത്യാസം, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, വുമൺ എൻ്റർപ്രീനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് 3 ഗവർണർ അവാർഡ് കൊടുക്കൽ കഴിഞ്ഞു. ഞങ്ങൾ 3 പേരും പെട്ടെന്ന് ജനം വിചാരിക്കും ഒന്നും അറിയാത്തവരാണ്. ഞങ്ങൾക്ക് ഒരാളും ഒരു അവാർഡ് തന്നിട്ടില്ല ഇതുവരെയായിട്ട്. സ്വാമി സാർ ഇപ്പോഴും വൈറ്റ് തന്നെയാണോ ഇടുന്നത്? അല്ല, വൈറ്റാണ് എനിക്ക് വളരെയധികം ഇഷ്ടം. അതൊരു പ്രായത്തിൻ്റെ ഒരു റെസ്പെക്റ്റും കൂടിയാണല്ലോ. ആദ്യകാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ ഞാൻ വൈറ്റാക്കി. എന്നാൽ ഇടയ്ക്ക് ഇവർ മക്കളൊക്കെ കളിയാക്കും, ഇത് എപ്പോൾ നോക്കിയാലും വൈറ്റ് ബോറിപ്പിൻ്റെ പേരക്കുട്ടികളും കളിയാക്കും. അപ്പം അതുകൊണ്ട് അത്യാവശ്യം കളർ ഷർട്ടൊക്കെ ഇടാറുണ്ട്. എന്നാലും പേഴ്സണലി എനിക്ക് വെള്ളയാണ് ഇഷ്ടം. അത് അതിശയല്ലേ, ഇത്രയും തുണിയുടെ ബിസിനസ് ചെയ്യണ ആള് വൈറ്റ് ഇടുക എന്ന് പറയണത്. മാരേജ് ഫങ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടീസൊക്കെ വരുമ്പോൾ ഞങ്ങൾ 9 പേരെ വീട്ടിൽ, അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ആളായിരിക്കും. ആളെ എവിടുന്നേലും നല്ല ഹെവി ഫ്ലോറൽസോ അങ്ങനത്തെ സാധനമൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ കാറി കയറാൻ പോകുമ്പോഴാണ് നമ്മൾ കാണുക. അതുവരെ ഒന്നും മിണ്ടാണ്ടിട്ടുണ്ടാവും. Basically, he has a habit of outshining everyone in the last minute. Oh, unintentionally, yeah. Unintentionally. Yeah, that's what he claims. It was unintentional. അതിപ്പോൾ വൈറ്റ് ഇട്ടാലും അങ്ങനെ തന്നെയാ വരിക. അയ്യോ, ഞങ്ങൾ സമ്മതിച്ചു. UK പഠിച്ചപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ ആഹാരശീലങ്ങളും എല്ലാ രീതികളിലും പാമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി UK എങ്ങനെയാണ് ജീവിച്ചാവോ വിത്ത് ദെയർ? She was not even aware that I'm in UK when we got when I was in UK.
എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ നോ ഡേറ്റ് ചെയ്യാനുള്ള സമയമൊന്നും 2 കൂട്ടരുടെ അച്ഛനമ്മമാരും തന്നിട്ടില്ല. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കല്യാണം ചെയ്യണമെന്ന് തീരുമാനിച്ചത്. നമ്മളൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പായിട്ടും കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. They're both fire brands. I don't think they would have agreed after the third or fourth meeting. അതന്നെ. നിങ്ങൾ എൻഗേജ്ഡ് ആയി പെട്ടെന്ന് കല്യാണവും കഴിഞ്ഞു 6 months. 6 months. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് വി കെയിം ടു നോ ഈച്ച് അതർ. അത് ചോദിച്ചിരുന്നു കുറച്ച് സമയം, അറ്റ്ലീസ്റ്റ് ജീവിതകാലം ഇരിക്കുന്ന ആളിന് എന്താണെങ്കിലും ഒന്ന് അറിയണ്ടേ. അതെ. സോ അതിനുശേഷമാണ് നമ്മൾ എന്താന്ന് പറഞ്ഞ് ഇതാവാൻ തുടങ്ങിയത്. I've heard that your name is pretty long. Her name is Full name എന്താണ്? മൈ നെയിം ഇസ് പർവ്വതവർദ്ധിനി. പർവ്വതവർദ്ധി. ദാറ്റ് ഇസ് മൈ ഗ്രാൻഡ് മദേഴ്സ് നെയിം. ഞങ്ങളുടെ ഇതിൽ അങ്ങനത്തെ ഇതുണ്ടല്ലോ. അതായത് ഫസ്റ്റ് ഡോട്ടർ ആണെങ്കിൽ അവർക്ക് മെറ്റേണൽ മദറിന്റെ നെയിമും പെറ്റേണൽ മദറിന്റെ നെയിമും, സെക്കൻഡ് ഡോട്ടർ ആണെങ്കിൽ മെറ്റേണൽ ഗ്രാൻഡ് മദറിന്റെ നെയിമും ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരാണ് വന്നിരിക്കും. അച്ഛൻ്റെ അമ്മ പർവ്വതവർദ്ധി. പർവ്വതവർദ്ധിനി. ആ പർവ്വതമൊക്കെ കട്ട് ചെയ്തു കാണാൻ എന്തായാലും അതുപോലെ ഉണ്ട്, അതുകൊണ്ട് വർദ്ധിനി മാത്രമാക്കി. എൻഗേജ്മെന്റ് കഴിച്ചിട്ടും പ്രേമിച്ചു കോളേജിൽ പോകുമ്പോഴേക്കും കടയിൽ ചെന്നിരുത്തി, പിന്നെ എവിടെ പ്രേമിക്കാനൊക്കെ. പിന്നെ എല്ലാ സ്ഥലത്തും സ്പൈയും ഉണ്ട്, പിന്നെ എന്ത് ചെയ്യാൻ, എവിടെന്നെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. സ്കൂളിൽ നടക്കില്ല, ഞങ്ങൾ എല്ലാ കസിൻസും ഒരേ സ്കൂളിൽ. ഇപ്പം ഞാൻ 10th-ലാണെങ്കിൽ വേറെ ആൾ 9th ഉണ്ടാവും, വേറെ ആൾ 8th ഉണ്ടാവും, ഒരാൾ 11th. എല്ലാ ക്ലാസ്സിലും ഞങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പം തുമ്മി അറിയും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ന്യൂസ് എല്ലാം കിട്ടുമായിരുന്നോ സ്വാമി സർ സ്കൂളിൽ നിന്ന് ഇവർ ഇല്ല, കാണിക്കുന്ന? ഞാൻ ആ സമയത്തൊക്കെ വളരെ യുദ്ധം ചെയ്യുന്നൊരു കാലഘട്ടം. എനിക്ക് വൈഫ് ഇടപെട്ടിരുന്നു. പക്ഷേ ഇവരെ കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആഹാരം നല്ല രുചിയുണ്ട് കേട്ടോ. പായസം ചിക്കാണെന്ന് ഒന്നും പറയുന്നത് രുചിച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല. So tasty, everything. Are there other women in the family who are working also, who are a part of the business? Not to the best of our knowledge. They are all very happy running the family. Yeah. So you guys are exceptions, both of you, അല്ലേ? ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് ലെറ്റർ കൈ പിടിച്ചിരിക്കുകയാണ്, ആരും അക്സെപ്റ്റ് ചെയ്യണില്ല. എനിക്ക് മതിയായി. ഞാൻ പറഞ്ഞു ഒരാൾ വർക്ക് ചെയ്താൽ മതി, ഒന്നെങ്കിൽ നീ പൊക്കോ. എനിക്ക് അച്ഛനും മഹേഷിൻ്റെ അടുത്ത് ഞാൻ റിട്ടയർമെൻറ്റ് ലെറ്റർ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ വാങ്ങിക്കണ്ടേ എൻ്റെ നിന്ന്. അതെന്തായാലും വാങ്ങിക്കില്ല എന്നറിയാം. അല്ല, ഞാൻ ഫോഴ്സ്ഫുള്ളി കൊടുത്തിട്ട് ഇറങ്ങി പോകേണ്ടി വരുന്ന തോന്നണ കണ്ടിട്ട് എനിക്ക് മതിയായി. ബിസിനസ് ഇസ് എ നോൺ സ്റ്റോപ്പ്, അതായത് 24 hours 7 days a week. It's not enough. Your mind is constantly in it. അതിനകത്തുനിന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. So how do you switch off? No, you actually, if you are a good businessman, you are not working, you are enjoying the work. അവർക്ക് മാത്രമേ ബിസിനസ് പറ്റുള്ളൂ. ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് കാലം അല്ലെങ്കിൽ 18 hours വർക്ക് ചെയ്യാറുണ്ട്. അതൊരു എൻജോയ്മെൻ്റ് ആയിട്ടേ വരുള്ളൂ, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ദ റിസൾട്ട്. അതൊരു ജോലിയായിട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്നവർക്ക് നിവൃത്തിയില്ല. തുടങ്ങുന്നത് സക്സസ് ആവണം, അതുകൊണ്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ തന്നെ ഹാപ്പിനെസ് ഉണ്ടാവും. പാടുപെടുകയും ചെയ്യാൻ ലോസ് പോയ കാര്യമില്ലല്ലോ. പക്ഷേ ഈ പുതിയ തലമുറയുണ്ടല്ലോ, നമ്മുടെ അടുത്ത ജനറേഷൻ്റെ ഇതിൽ ഹുക്ക് ചെയ്ത് വെക്കുക. അവർ ഓൾറെഡി ലക്ഷറിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഈ മോട്ടിവേഷൻ ഉണ്ടാക്കുക ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്? അല്ല, അതിപ്പോൾ മാർവാടി ഗുജറാത്തികന്മാർ നേരത്തെ കൊണ്ട് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കണം. അതിപ്പോൾ ഞാൻ പരമാവധി പേരക്കുട്ടികൾ നോക്കുന്നുണ്ട്, പക്ഷെ അവർ കൂട്ടാക്കണില്ല. അവർ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ കുറേ പേര് കള്ളുകൂടിയന്മാർ, ചീട്ട് കളിക്കാർ, ക്രിക്കറ്റ് കളി, ഓരോന്നിനും ഒരു ഹോബിയിൽ വരുന്നുണ്ടല്ലോ. ഈ ബിസിനസ്സും ഒരു ഹോബിയാണ്, കുറച്ച് നേരത്തെ വരണം എന്നുള്ളവർ. ഇവരൊക്കെ നേരത്തെ വന്നു, അതുകൊണ്ടാണ് ഇവരത് ഇൻവോൾവ്ഡ് ആയത്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ബിസിനസ് തന്നെയാണ്. അതായിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺ. ഞങ്ങൾ ആരും പിള്ളേരെ പുറത്തു വിട്ടിട്ടില്ല. അവരൊക്കെ തൃശ്ശൂരിൽ ഇരുന്ന് പഠിച്ചതാണ്. കുറേ പേര് പറഞ്ഞതുപോലെ അവരെ നല്ല ബോർഡിംഗ് സ്കൂളിൽ വെച്ചൂടെ, ഇപ്പോൾ ഊട്ടിയിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് മൊത്തമായിട്ടൊരു ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ്റെ ഒരു നിർബന്ധമായിരുന്നു, ഇല്ല അവർ ഇവിടുന്ന് വേണം പഠിക്കാൻ, എന്നാൽ മാത്രമേ അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയത്തുള്ളൂ, എന്നാൽ മാത്രമേ അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ബിസിനസ്സിലോട്ടൊരു ഇൻവോൾവ്മെൻറ്റ് വരുള്ളൂ. ബിക്കോസ് നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ എന്നാലേ അവർ കേൾക്കുകയുള്ളൂ. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തൊന്നും അവർ മനസ്സിലാക്കില്ല, ബട്ട് ദേ ഗ്രാസ്പ് വാട്ട് വി ആർ, കാണുന്നതാണ് അവർക്ക് മനസ്സിലാവുന്നത്. സോ ഇപ്പം മൂത്തയാൾ അവനിപ്പം BBAക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ എന്തൊക്കെയോ അവൻ്റെ ഒരു സ്വന്തം ലൈൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ടെക്സ്റ്റ് ഇതിലെന്ന് പറഞ്ഞിട്ട്. ഹി ഈസ് വർക്കിംഗ് ഓൺ iit. ഇപ്പോൾ ഒരു ജെൻസി കാറ്റഗറിയിൽ ഒരു ഇത്. And I am the only one who's eating. Everybody else is because you were talking, we were busy eating, and you will have to finish the payasam on the LA as well as that glass. This is stress interview. This is a lot of food I have not eaten in a long time. That's okay. Then you can ഇന്ന് എന്തായാലും ധൈര്യമായിട്ട് കഴിക്കാം. No, see, that is one of the things that we manage, or I'll not say we manage or we follow. We love
hosting people specifically for food, lunch, dinner, breakfast, whatever be it, and we make sure that they are stressed out by the time they finish it. That's very evident. You're pros at it. He has been pro at stress interviewing. എൻ്റെ ഫസ്റ്റ് സ്ട്രെസ് ഇൻ്റർവ്യൂ ആളുടെ ആയിരുന്നു. Meaning before marriage? Yes. മഹേഷ് കാണുന്നതിന് മുന്നേ ആളാ കണ്ടേ. അപ്പൊ ആദ്യം ഓക്കെ പറഞ്ഞിട്ടാണ് പിന്നെ മഹേഷ് വരുന്നത് into the. No, I made pretty sure that she is the right person for Mahesh because I knew what Mahesh is all about. Now you can't go back. No, I Too feel late. sorry for you. I think I brought you into a big mess now. ആദ്യം പോയി കണ്ട് ഉറപ്പിച്ച് ഞാനാ. ആദ്യം പോയി കണ്ട് തൃപ്തിയായി എന്നുള്ളതിനൊരു തെളിവ് ഒരു സാരിയും കൊടുത്തു. അത് ഇടണ കാണാനില്ല ആള്. സാരി ഉണ്ടോ ഇപ്പൊ കയ്യില്? I have it. Red color. അപ്പൊ കണ്ട് ഓക്കെ പറഞ്ഞത് അച്ഛനാണ്. ഓക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ട് എനിക്ക് ഇവരെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ ഇവർ രണ്ടുപേരും ഇതിലും ഒരുവിധ പ്രഷറും ഇല്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാമെന്നല്ലാണ്ടേ ആ ഒരു കാര്യം അവർക്ക് തന്നെ വിട്ടു കൊടുത്തുള്ളൂ. I'm from a very small joint family where 2 families live together. So this is like all brothers, അച്ഛൻ്റെ എല്ലാ brothers, sisters എല്ലാവരും ഒരുമിച്ചല്ലേ. If not in the same house, in the same area. In such a large joint വലിയ family, ഭാഗ്യാണിത്. only on the merit side കേട്ടോ. അല്ലാണ്ട് വേറെ ബിസിനസ്സിലോ മറ്റു കാര്യങ്ങളൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് ചെയ്യില്ല. എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും വരും, എൻജോയ് ചെയ്യും. അതിനേക്കാട്ടിൽ ഏറ്റവും വലിയ കിരീടം ഞങ്ങൾക്ക് തരണ്ടേ. ഞങ്ങളൊക്കെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ സെയിം പ്ലേസ്, ഡൂയിങ് ദ സെയിം ബിസിനസ്, ബട്ട് സ്റ്റിൽ വി മെയിൻറ്റെയിൻ വെരി ഗുഡ് റിലേഷൻഷിപ്പ്. മറ്റേ ഒരാൾ ബോംബെയിലാവും, ഒരാൾ യൂറോപ്പിലാവും, ഒരാൾ അമേരിക്കയിലും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കാം. ഒരുമാതിരി എല്ലാം വഴക്കാം. ഒരു തറവാടുണ്ടാവും, അതിൻ്റെ മുകളിൽ വഴക്കടിച്ച് അതെല്ലാവരും കൂട്ടിയിട്ട് പൊളിച്ച് വെക്കും. അത് എന്നാൽ നീ അനിയും വെച്ചോ അല്ലെങ്കിൽ ചേട്ടൻ വെച്ചോ എന്ന് പറയില്ല. അല്ല അങ്ങനത്തെ എത്ര വീടുകളുണ്ട്. ഞാൻ അവിടെ പോയി സൗകര്യമായിട്ടിരിക്കണു. ഇനി ഞാൻ ജനിച്ച വളർന്ന കുടുംബമാണ്, വീടാണ്. ഇതാരാ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കണം, അവനെടുത്തോ എന്ന് പറയണ്ടേ. അതില്ല. ഈ പണത്തിൻ്റെ പിന്നിൽ പോയ പണം നമ്മുടെ കൂടെ നിൽക്കുകയില്ല. ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പണമല്ല, ഹൗ യു എൻജോയ് ലൈഫ്, ഹൗ യു ആർ എൻജോയിങ് യുവർ വെൽത്ത്. അതവിടെയാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞത്. കുറേ പണം കിട്ടിയതുകൊണ്ട് അനുഗ്രഹമില്ല. അല്ല മാത്രമല്ല, ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിലേ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്തിനത് വാങ്ങിച്ചേ, എന്തിന് ഇത്ര ചെലവ് ചെയ്തു, നോ ക്വസ്റ്റ്യൻസ് ആസ്ഡ്. ആൻഡ് ഐ വിൽ ബി ഏബിൾ ടു സേ ദാറ്റ് നോ വൺ ഇൻ ദ ഫാമിലി ഓഫ് ദ നയൻ ഓഫ് ദം ലിവിങ് ഇൻ ദ സെയിം റൂഫ് വുഡ് ബി ഡെയറിങ് ഇനഫ് ടു സ്പെൻഡ് ദ കൈൻഡ് ഓഫ് മണി ദാറ്റ് ഐ എം സ്പെൻഡിങ്. ഒരാൾ പോലും, അതായത് മഹേഷിൻ്റെ ഏറ്റവും താഴെയുള്ള മോൻ തൊട്ട് അച്ഛൻ വരെ ഒരാളും പ്രകാശ് നീ എന്തിനിത് ചെയ്തു, ആരോട് ചോദിച്ചിട്ട് ചെയ്തു എന്ന് ചോദിക്കാറില്ല. ആൻഡ് വൈഫിൻ്റെ അടുത്ത് ചോദിക്കുകയില്ല. രണ്ടുപേരും ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും അതിൽ പെട്ടതാ. രണ്ടുപേരും ചോദിക്കുകയില്ല, പക്ഷെ പറയാണ്ട് ഒന്നും ചെയ്യത്തുമില്ല. അതാണ്. അത് നമ്മൾ ലീഡേഴ്സിനോടൊക്കെ പലപ്പോഴും അവർ സംസാരിക്കുമ്പോൾ പറയും ദേ ഹാവ് എ ലോങ് ടേം വിഷൻ, അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിനെ ഇന്ന ഒരു ലെവലിൽ ഈ ഒരു പൊസിഷനിൽ എത്തിക്കണം എന്നുള്ളൊരു മനസ്സിലൊരു സങ്കല്പം കാണും. ആൻഡ് അത് ഇവോൾവ് ചെയ്ത് പോകും എന്നാണ് ആസ് യു ഗ്രോ. സോ ഫോർ നൗ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ വാട്ട് ഇസ് ദാറ്റ് യു envisage for your brand 5 years from now or 10 years from now in the respective brands that you are handling? No, so to give you a clarity on that, it is not that we are handling respective brands. ഞങ്ങൾ എല്ലാത്തിലും ഇൻവോൾവ് ആണ്. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഫാസിയോ ഉണ്ട്, കല്യാൺ സിൽക്സ് ഉണ്ട്, ഒരു ഹോൾസെയിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു 1500 കോടി രൂപ ടേൺ ഓവർ ഇന്ത്യൻ ഓപ്പറേഷൻസിൽ മാത്രം ടെക്സ്റ്റൈൽ ഫ്രട്ടേണിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ഡിഫറെൻറ്റ് ഇത്. അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹിക്കാൻ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ദ സ്കൈ ഈസ് യുവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് ഇങ്ങനെ കുറേ പ്ലാനിങ്ങും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ഇൻ ടു സം ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ സൗത്ത് ഇന്ത്യ. ആൻഡ് വി ആർ ഇൻ ടോക്സ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ, റൈറ്റ് ഫ്രം PE investors to IPO, people who can actually take us to an IPO. And we look at expanding from 1,500 crores to 3,000 to 4,000 crore revenue in the next 5 years. And we are working very, very strongly into that space. And that will be a mix of everything. അതായത് നമ്മൾ കല്യാൺ സിൽക്സിന് പൊട്ടൻഷ്യലി ഞങ്ങൾ അടുത്തൊരു 12 മുതൽ 18 മാസത്തിൽ 10 ലൊക്കേഷൻസിൽ തുടങ്ങാനുള്ള പ്ലാനായി ഞങ്ങൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു.
On the same lines, Fazio is a very, very small brand as far as Kalyan Silks is concerned today, but It's a lot of potential there is a lot of potential, and we are planning to grow it into at least 150 to 200 stores in the next 5 years. And we are not restricting that brand only to the state of Kerala. We are looking that brand to be ഒരു പാൻ ഇന്ത്യ എന്നൊക്കെ പറയില്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്കറ്റുകളൊക്കെയാണ് നന്നായിട്ട് നോക്കണേ. അതായത് ആൾക്കാരോട് ചോദിച്ചുമ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ആസാം, ഗൗഹാട്ടി, ആ മാർക്കറ്റിലൊക്കെ വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ഈ പറഞ്ഞ ബ്രാൻഡുകൾക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ മാർക്കറ്റുകളിലേക്ക് ചെല്ലാനും അതിലേക്കുള്ള പ്രോസസ്സിലേക്ക് വേണ്ട റിക്രൂട്ട്മെൻറ്റ്സും അതിൻ്റെ ടെക്നിക്കൽ നോഹവും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ലീസിങ് മാനേജേഴ്സും റോഡ് മാപ്സ് എല്ലാത്തിനുമുള്ള ആൾക്കാരെ ഞങ്ങൾ ഓൾറെഡി എൻഗേജ് ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യു നീഡ് എ പ്രൊഫഷണൽ ടീം ടു വർക്ക് വിത്ത് അസ്. ദേ കം അറ്റ് എ കോസ്റ്റ്. ആ കോസ്റ്റ് നമ്മൾ ഇന്ന് ബെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോണത്. വിശ്വാസം അതല്ലേ എല്ലാം. ആൻഡ് കമ്മിങ് ടു ദ ഹോൾസെയിൽ പാർട്ട് ഓഫ് ഇറ്റ്, ഈ ഹോൾസെയിൽ ബിസിനസ്സിനെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് മനസ്സിലൊരു ഹോൾസെയിൽ ആസ് ഓഫ് നോ വി ആർ ഡൂയിങ് വെരി വെൽ. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ സ്പേസ് കൺസ്ട്രെയിൻ്റ് ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 65,000 to 70,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പക്ഷെ അത് സ്പേസ് കൺസ്ട്രെയിൻ്റ് ആയി. എന്താ വെച്ചാൽ നമ്മൾ എല്ലാ പ്രോഡക്റ്റും കേറ്റർ ചെയ്യുന്നുണ്ട് ഹോൾസെയിലിൽ. ഫ്രം നോർമൽ ഫാബ്രിക് ഓർ ബ്ലൗസ് ഫാബ്രിക് തൊട്ട് ഷർട്ടിങ് സൂട്ടിങ് മെറ്റീരിയൽ ആയാലും, മെൻസ് റെഡിമെയ്ഡ് ആയാലും, ലേഡീസ് റെഡിമെയ്ഡ്സ് ആയാലും, അൺസ്റ്റിച്ച് സൽവാർസ് ആയാലും, കിഡ്സ് വെയർ, അതേമാതിരി സാരിയുടെ പിന്നെ ചിന്തിക്കാനേ പറ്റില്ല, അത്രയും വലിയ കളക്ഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ സ്ഥലമൊന്നും മതിയാവുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് കുറേ കസ്റ്റമേഴ്സായി വരുന്നു, ചെറുകിട കച്ചവടക്കാർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുട്ടീക്ക് ഓണേഴ്സ് കുറേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ് ഞങ്ങൾ നല്ലോണം ചെയ്യുന്നുണ്ട്. യൂണിഫോംസ്, അതായത് സ്കൂളിലെ യൂണിഫോംസ് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IT പാർക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, അവരുടെ യൂണിഫോം, യു നെയിം എനി സെഗ്മെന്റ് വിച്ച് റിക്വയർസ് ടെക്സ്റ്റൈൽസ് ഓർ ഗാർമെൻറ്റ്സ്, അതൊക്കെ ഞങ്ങളിപ്പോൾ കേറ്റർ ചെയ്യുന്നുണ്ട്. സ്ഥലം മതിയാവാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരു ഹാർഡ്ലി 200-300 മീറ്റേഴ്സ് അപ്പുറം ഒരു ബിൽഡിംഗ് പണി കഴിഞ്ഞു. സോ ദാറ്റ് മോസ്റ്റ് പ്രോബ്ലി ബൈ ദിസ് ഇയർ എൻഡ് വി വിൽ ബി ഓപ്പണിംഗ് ദാറ്റ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വേൾഡ് ക്ലാസ് ഫെസിലിറ്റി എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചല്ല, ഒരു സൗത്ത് ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു ഹോൾസെയിൽ സമുച്ചയമായിരിക്കും. സോ ഇറ്റ് വിൽ ബി എ എന്താ പറയുക, തുണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ പറയാം. സോ അതാണ് ഇപ്പോൾ നമ്മൾ അതിലൊരു പ്ലാൻ. സോ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 ടൈംസ് ജമ്പാണ് ഞങ്ങളിപ്പോൾ അതിൽ പ്രതീക്ഷിക്കുന്നത് ശരിക്കും. അല്ല, അപ്പോൾ ഇത്രയും വലിയ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണൊന്ന് റിലാക്സ് ചെയ്യുന്നതാണ് എൻ്റെ ചോദ്യം. ലൈക്ക് ദിസ് ഇസ് സോ ഹാർഡ് ടു ഇവൻ ഒരു ചെറിയൊരു ബിസിനസ് നടത്തുന്ന ആൾക്ക് തന്നെ 24/7 വർക്ക് ചെയ്യണം, സമയം കിട്ടാറില്ല. ആൻഡ് നൗ ഹൗ ഡു യു റിലാക്സ് ആൻഡ് വാട്ട് ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ ലൈക്ക്? അതർവൈസ് ഞങ്ങൾക്കിതൊരു പാഷനാണ്, അല്ലാണ്ട് ഇതൊരു ജോലിയായിട്ടൊന്നും ഞങ്ങൾ കണക്കാക്കാറില്ല. ആ കോവിഡ് സമയത്തൊക്കെ ശരിക്കും വെറുതെ ഇരുന്ന് വട്ടവുക ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ശരിക്കും പറഞ്ഞ് ഈ ഫാഷനൊക്കെ എന്താ പറയുക ഉണ്ടായത് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്തെന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ടുള്ള ഓരോ പരിപാടി. ഇനി വേറൊരു പരിപാടി ഒരു മൈൻഡിൽ നിൽക്കുന്നുണ്ട്. അത് ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം പറയാൻ. ഉണ്ടാക്കും എന്തായാലും. ഞാനും ബ്രദറും അച്ഛനും കൂടിയിട്ട് എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും മഹേഷ് എന്തെങ്കിലും പറഞ്ഞാൽ അതെങ്ങനെയാണെങ്കിലും തർക്കിച്ച് അത് ശരിയല്ല എന്ന് വരുത്താനുള്ള ശ്രമം ഞാൻ ഉണ്ടാക്കും. കാരണം അതൊരു ഹോബിയാണ്. അവസാനം ഞങ്ങൾ പറഞ്ഞു കൊടുത്തേക്കിന് വരും. പക്ഷെ എന്താ അറിയോ, യു നീഡ് ടു നോ ദ പ്രോസ് ആൻഡ് കോൺസ്. ഇവർ പറയുന്നത് എല്ലാം ശരിയാണെന്ന് പറയാനല്ല ഒരാളിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ പോവുകയാണെങ്കിലും ഡിസഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തും. വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. 90% അച്ഛനും മഹേഷും വിജയിക്കും. പിന്നെ ഇയാൾ പറഞ്ഞു കൊടുത്ത് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇയാളൊരു വർക്കഹോളിക്കാണ്, ഇയാളൊരു ട്രാവഹോളിക്. ഞാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു 5 days 7 days ഒരു ബ്രേക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടോട്ടലി സ്വിച്ച് ഓഫ് ആയി പോകും. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഐ ഹവ് ഗോട്ട് എ പാർട്ട്ണർ ഹൂ ഇസ് ആസ് ബാഡ് ഓർ ആസ് ഗുഡ് ആസ് മീ ഇൻ ടേംസ് ഓഫ് ട്രാവലിംഗ് ആൻഡ് എൻജോയിങ് ലൈഫ്. അപ്പോൾ ഞങ്ങളൊരു 3 മാസം കൂടുമ്പോൾ ചെറിയ സ്ഥലങ്ങളിലേക്കായിരിക്കും. ചിലപ്പോൾ ഇവിടുന്ന് മാൾഡീവ്സ് ആയിരിക്കും, ചിലപ്പോൾ മൂന്നാറായിരിക്കും, ചിലപ്പോൾ തേക്കടി ആയിരിക്കും. പക്ഷെ എന്തായാലും ഒരു 4-5 ദിവസമെങ്കിലും ഞാനൊരു 3 മാസം കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കും. ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് പറയുക, നമ്മൾ പറയില്ലേ യു റീസെറ്റ് റീബൂട്ട് ആൻഡ് റിഫ്രഷ് ആൻഡ് ദെൻ കം ബാക്ക് എന്ന് പറയില്ലേ. കാരണം എന്തായാലും നമ്മൾ
ഹിന്ദിയിൽ ഗ്യാൻ എന്ന് പറഞ്ഞ പോലെ വി ലവ് ദിസ്, ഇറ്റ്സ് എ പാഷൻ എന്നൊക്കെ പറഞ്ഞാലും ദ സ്ട്രെസ് ലെവൽസ് ഇസ് എനിവേ ദെയർ. വെരി ഹൈ. It is definitely there. So he loves working and he is a workaholic. It's not that I don't love working. I love working, but I need to reset once in a while. So that, and fortunately, I'm actually blessed to be surrounded by such family members because they don't question why I'm actually getting resetted or trying പിന്നെ to ഒരു ഗുണം എന്താ reset. വെച്ചാൽ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരും. ആ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണോ ഇരിക്കുന്നത്? അതും ഇയാളുടെ ഒരു ആ പാഷൻ തന്നെ പറയാം. ഇയാളും അതോ അദ്വൈത്തിന്റെ പാഷനോ? ചേട്ടന് Yeah, മൂത്ത you can മോനുണ്ട്, call അയാൾ Advait. മൂത്ത മോനാണല്ലേ? മൂത്ത മോനാണ്. See, I would properly divide this into two different things. One, there is an art for making money. The other is the art to spend money. So how I would categorize this is the art of making money is predominantly done by my brother and my dad, and the art of spending is by me. അല്ല, ഈ കിടക്കുന്ന കാർസിൽ the Maybach that you mentioned, is that your first purchase? Honestly, no. My father has been fortunate enough to use a Mercedes right from the year of 1994. അന്നോട്ട് ഇന്ന് വരെ മെഴ്സിഡീസിൻ്റെ ഏതെങ്കിലും ഒരു വേർഷൻ ഞങ്ങളുടെ ഗരാജിൽ ഉണ്ടായിട്ടുണ്ട്. അത് അച്ഛന്റെ ബ്രാൻഡാണ്. അച്ഛൻ്റെ ബ്രാൻഡാണ്. താങ്ക്സ് ടു ദി ഓൾമൈറ്റി. ഞങ്ങൾ ആരും ഈ വണ്ടിയിൽ കയറാറില്ല. ബിക്കോസ് വാട്ട് വി പേഴ്സണലി ഫീൽ, മീ ആൻഡ് മൈ ബ്രദർ ആൻഡ് പ്രോപ്പർലി ആർ ബെറ്റർ ഹാഫ്സ്, വി ഫീൽ ദാറ്റ് വെഹിക്കിൾ ഡസൻ സൂട്ട് അവർ ഏജ്. Okay, so that's more for a corporate leader or probably a person of my dad's social standing. അപ്പം ഞങ്ങൾ ഒരിക്കലും കയറില്ല എന്നല്ല, തീരെ നിവൃത്തിയില്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഒക്കെ എങ്ങനെയും ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടി കൊണ്ട് പോകാറില്ല, ഞങ്ങൾ കയറാറില്ല. ബട്ട് ഓഫ് ലേറ്റ് മൈ ഡാഡ് has slowly made a paradigm shift from the Maybach to a brand new Toyota Hycross. ഇപ്പോൾ ഈ നേരെ മുമ്പിൽ കിടക്കുന്ന ഹൈക്രോസ് ആണ് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. ആളിപ്പോൾ എല്ലാ ഫംഗ്ഷൻസിനും ഹൈക്രോസിലാണ് പോണേ. ഇതൊരു ഷോക്കേസ് പീസ് പോലെ അവിടെ കിടക്കുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നില്ല. സാരമില്ല, അടുത്ത ജനറേഷൻ വരുന്നുണ്ട്. Advait and everybody else to make use of all the cars that are lying around. Advait and Lakshman, both of them are pretty big car fanatics. They know anything and everything under the sun about cars. But what I'm always telling them is to use cars and to understand cars and properly have that kind of ഒരു fancy for cars, you need to start working yourself. Advait fortunately is just turned 18. അപ്പോൾ അവർക്ക് ഞങ്ങൾ അതിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഹൗ ടു മേക്ക് എ റുപ്പീസ്, ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു സ്പെൻഡ് ഗ്രൂമിംഗ് നടക്കുകയാണ്. To spend 100 rupees, with the blink of an eye, you can spend 100 rupees or a lakh or a crore. To make 1 rupee, you need to really work. നല്ലോണം പണിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂമിങ്ങിലാണിപ്പോൾ. Fortunately, Advait is registered a company now. He is working on a brand. He's named it Obsidian, and he's working on some t-shirts, cargos, trousers and all whatnot. Keeping fingers crossed. ഞാൻ എന്നെക്കാളും closer to you? എക്സാക്ട്ലി ഞാനത് പറയാൻ നിൽക്കുകയായിരുന്നു. അദ്വൈതിനെ ഇപ്പോൾ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹേഷ. കാരണം ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്വൈതിനെ കഴിഞ്ഞ ആഴ്ചയും കൂടി മോനെ നിങ്ങോട്ട് പോവാ, നിന്റെ പ്രശ്നങ്ങൾ എന്താണ്, എങ്ങനെയാണ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്വൈതിനെ കൊണ്ട് നടന്നപ്പോൾ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹേഷാണ്. അപ്പോൾ ചെയ്തത് എപ്പോഴും ഒരു ബാലൻസ് വേണ്ട. അച്ഛനമ്മ എന്തായാലും ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഞാനും ചീത്ത പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവർക്കും അത് ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അവർക്കൊരു ബഫർ വേണ്ടേ. Was lovely talking to you both. I think ini ഒത്തിരി conversations-നുള്ള scope ഉണ്ട്. But thanks for having me over. And had such a lovely time. Thank you for coming over, and I'm really happy I got to know you, and we'll keep in touch. Yes, thank you so much. Thank you. Thank you. Cut.